ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയും നമ്മുടെ സ്വർഗീയ യാത്രയും കണക്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഓക്കെ, ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ഇറക്കാൻ ആടിനെയാണ് ഉപയോഗിച്ചത്. ആടിനറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ആടിനെടുത്ത് മാറ്റിക്കെട്ടും അല്ലെ, എന്നിട്ട് അതിനെ അറുക്കും. അതിന്റെ രക്തമെടുത്ത് താമസിക്കുന്ന വീടിന്റെ കട്ടളക്കാലിലും കുറുമ്പടിയിലും പുരട്ടും. രാത്രിയിൽ ദൈവം അതുവഴി യാത്ര ചെയ്യും, എന്ന് പറഞ്ഞാൽ സംഹാരകനായി യാത്ര ചെയ്യും. അപ്പോൾ രക്തം പുരട്ടിയിട്ടുള്ള വീടുകളിൽ സംഹാരം നടക്കില്ല, ആദ്യജാതന്മാർ കൊല്ലപ്പെടില്ല. എന്നാൽ രക്തം പുരട്ടാത്ത വീടുകളിൽ, ഈജിപ്ഷ്യൻസിന്റെ വീട്ടിൽ, മിസ്രൈമ്യരുടെ വീട്ടിൽ ആദ്യജാതന്മാർ കൊല്ലപ്പെടും. എത്ര ദുഃഖമെന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കർത്താവ് ഇറങ്ങുന്ന ആ ദിവസം ഒരു വർഗത്തിന് മുഴുവൻ ശാപവും ഒരു വർഗത്തിന് മുഴുവൻ അനുഗ്രഹവും നടക്കുന്ന കാലം. നിങ്ങൾ അറിയണം, യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ വിളിച്ചു കേൾക്കുന്നു, കാവൽക്കാരാ കാവൽക്കാരാ രാത്രി എന്തായി? മറുപടി ഇങ്ങനെയാണ് പറയുന്നത്, പ്രഭാതവും രാത്രിയും ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാഹളം ഇനി ധ്വനിക്കാൻ പോവുകയാണ്. അന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് വചനപ്രകാരം വിശുദ്ധിയോടെ ജീവിച്ച ജനത്തിന് നിത്യപ്രഭാതത്തിലേക്കും നിത്യപകലിലേക്കും, യേശുവിനെ സ്വീകരിക്കാതെ ജീവിച്ച ജനത്തിന് നിത്യരാത്രിയിലേക്കും നിത്യ നരകത്തിലേക്കും പോകേണ്ടി വരുന്ന ഒരു ദിവസം നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു വചനപ്രകാരം ജീവിക്കുന്നവർ, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് എങ്ങനെങ്കിലും ജീവിച്ചാൽ പോരാ കേട്ടോ, നാട്ടിൽ നല്ല സാക്ഷിയൊക്കെ വേണം കേട്ടോ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? പെന്തക്കോസിൽ പോയെന്നും പറഞ്ഞൊന്ന് സ്വർഗത്തിൽ പോകുന്ന ആരും വിചാരിക്കരുത്. സ്വതന്ത്രം വചനപ്രകാരം പൂർണ്ണ വിശുദ്ധി എന്ന് പറഞ്ഞാൽ മീശ എടുക്കുന്നതും വെള്ള ഇടുന്നതുമല്ല. അത് TPM-കാര് പഠിപ്പിക്കുന്ന വിശുദ്ധിയാണ്. മനസ്സിലാകുന്നുണ്ടോ? TPM-കാര് പഠിപ്പിക്കുന്ന വിശുദ്ധിയിലാണ്. അതിന്റെ ടോപ്പ് ലെവലിൽ ചെല്ലണമെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പോഴത്തേക്കും ഇനി എനിക്ക് ഒരിക്കലും വിശുദ്ധനാകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്റെ TPM-ൽ വിശ്വാസിയായിട്ട് പോയാൽ എനിക്ക് പുതിയ ഭൂമി വരെ പോകാൻ അവർ അവസരം തരത്തുള്ളൂ. പക്ഷേ നമ്മുടെ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നത് കല്യാണം കഴിച്ചവർക്ക് രണ്ടാം തട്ടൊന്നുമല്ല, വിവാഹം എല്ലാവർക്കും മാന്യമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? അവിടെ കല്യാണം കഴിച്ചവർ പുതിയ ഭൂമി ഇരുന്നുകൊണ്ടും സിയോനിൽ കയറ്റുകയല്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ആരെയും മാറ്റി നിർത്തത്തില്ല, വിവാഹം കഴിച്ചില്ലെന്ന് പറഞ്ഞ് ആരെയും കർത്താവിന്റെ മടിയിൽ ഇരുത്തത്തുമില്ല. വിശുദ്ധി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ലോകത്തിലെ മാലിന്യങ്ങളിൽ നിന്നുള്ള മാറ്റമാണ്. വിവാഹം മാലിന്യമല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മനസ്സിലാകണ്ടോ? വെള്ളക്കുപ്പായം മാത്രം ധരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന കരുതരുത്. സ്വത്രം വെള്ള ധരിക്കണം. വെള്ള ധരിക്കുന്നത് നല്ലതാണ്, വെള്ള ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്വത്രം സ്വർഗത്തിൽ വെള്ളയാണുള്ളത്, അതുകൊണ്ട് നമ്മൾ വെള്ള ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് മറ്റു കളറൊക്കെ ഉപയോഗിക്കുന്നതിൽ പാപമൊന്നുമില്ല. സ്തോത്രം. ശുദ്ധീകരിക്കപ്പെടേണ്ടത് അകമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? ശുദ്ധീകരിക്കപ്പെടേണ്ടത് അകമാണ്. മീശ എടുക്കുന്നത് നല്ലതാണ്, പക്ഷേ മീശ എടുത്തും വെച്ചിട്ട് വല്ലാത്ത സ്വഭാവം കാണിക്കുന്നത് സുഖമല്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൗലോസ് എഴുതിയ ലേഖനങ്ങളെങ്കിലും വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് ഗുണം പിടിക്കാൻ നമ്മൾ തയ്യാറാവണം. മാനസാന്തരപ്പെട്ടേ പറ്റൂ. അല്ലാതെ നമ്മൾ ഈ പറയുന്ന മാനസാന്തരം എന്ന് പറയുന്നത് സഭയിൽ ചെന്നൊരു സാക്ഷി പറയുക, ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു, ഓക്കെ എന്നാ പിന്നെ സ്നാനം തരട്ടെ, പിന്നെന്ത് സ്നാനമായിക്കോട്ടെ അല്ലേ? അപ്പൊ ചിലപ്പോൾ വിശ്വാസി പറയും, എന്നെ സ്നാനപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ബിരിയാണി കൂടെ കൊടുത്തേക്കാം. നല്ലൊരു കാര്യം. ഇപ്പൊ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? എന്നെ സ്നാനപ്പെടുത്തെങ്കിൽ ബിരിയാണി, എല്ലാവർക്കും ബിരിയാണി കൊടുത്തേക്കാം. അപ്പൊ പിന്നെ നമ്മളും വിചാരിക്കുന്ന പിന്നെ അത് കൊള്ളാന്നുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ നമ്മളൊരു സ്നാനമായി, വിശ്വാസികൾക്കെല്ലാം ബിരിയാണിയായി. മൂപ്പർക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. അയാളുടെ വിചാരം വെള്ളത്തിൽ മുങ്ങി കയറി അതാണ്ട് ഗുണം നടക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. വെറുതെ തുണി നനച്ച് കളയാന്നല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല. യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ മരണം എപ്പോഴും വഹിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ വളരണം. ക്രിസ്തുവിന്റെ ജീവൻ എപ്പോഴും എൻ്റെ ശരീരത്തിൽ വെളിപ്പെടുത്തണമെങ്കിൽ ക്രിസ്തുവിന്റെ മരണം ഞാൻ എൻ്റെ ശരീരത്തിൽ എപ്പോഴും വെളിപ്പെടുത്തുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം. ഇതൊരു 60 വയസ്സ് കഴിഞ്ഞിട്ട് വളരാന്ന് വെക്കരുത്. എപ്പോഴാണോ കർത്താവിനെ തിരിച്ചറിയുന്നത് അന്ന് മുതൽ ഈ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങണം. ചിലരൊക്കെ 60 വയസ്സ് കഴിഞ്ഞിട്ട് അല്ലേ, അതുവരെ തോന്നും പോലെയൊക്കെ നടക്കാം, പിന്നീട് ശരിയാവാം. പിന്നീട് ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഊറ്റം കൊണ്ടുകൊണ്ട് നടക്കാറുണ്ട്. പണ്ട് ഞാൻ ആരായിരുന്നു എന്നറിയാമോ? പണ്ട് ഞാൻ പുലിയായിരുന്നു. ഇപ്പൊ എന്താണ് പുലി ആവാത്തത്? വയ്യാത്തോണ്ടാണ്. അത് വലിയ മാനസാന്തരമൊന്നുമല്ല അല്ലേ? അത് മാനസാന്തരമൊന്നുമല്ല. ചിലർ കൺവെൻഷന് ഫ്ലെക്സ് വെക്കാൻ പോകുമ്പോൾ പോലും പറയാറുണ്ട്, പണ്ട് ഞാനായിരുന്നെങ്കിൽ കയറി വെച്ചാൽ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല അല്ലേ, ഇവിടെ വെക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചിട്ടേ പോകത്തുള്ളൂ. ഇപ്പൊ ഞാൻ എന്താണ് വെക്കാത്തത്? മതിൽ കയറാനുള്ള കാലിന് ആരോഗ്യമില്ല. ഇയാളെങ്ങനെ ഗുണം പിടിക്കുമെന്നാണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഗുണം പിടിക്കത്തൊന്നുമില്ല. സ്തോത്രം. അതുകൊണ്ട് ഗുണം പിടിക്കുന്നത് അകത്താണ് ഗുണം പിടിക്കേണ്ടത്.
ശരീരത്തിന്റെ ആരോഗ്യം കുറയുന്നതനുസരിച്ചുള്ള ഗുണം പിടിക്കൽ വലിയ ഗുണം പിടിക്കലൊന്നുമല്ല. സ്വതന്ത്രം അത് വലിയ മാനസാന്തരമൊന്നുമല്ല. കൈ പറയുന്നത് പോലെ വഴങ്ങി വരുന്നില്ല, കാല് പറയുന്നത് പോലെ വഴങ്ങി വരുന്നില്ല, കിടപ്പ് രോഗിയാണ് അല്ലെ, ഭാര്യ മോളെ എന്ന് വിളിക്കുന്നത് വലിയ മാനസാന്തരമായിട്ട് കാണണ്ട, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ആരോഗ്യമുള്ള സമയത്ത് മുണ്ടൊക്കെ മടക്കി കുത്തി നിന്ന് മോളെ എന്ന് വിളിക്കുമായിരുന്നല്ലോ ചേർത്തിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ഉഷാറ് ക്ഷീണം വരുമ്പോ ഉണ്ടാവില്ല. അത് സ്നേഹം കൂടുന്നതല്ല, പിന്നീട് ചാടാൻ വയ്യാത്തോണ്ടാണ്. അത് മാനസാന്തരമല്ല അല്ലേ? ജോസഫിനെ നിങ്ങൾ കണ്ടോ? സുന്ദരനായിരിക്കുമ്പോ നല്ല ചുറുചുറുക്കുള്ളവനായിരിക്കും, അവൻ പറയുകയാണ് ഞാൻ ഈ പാപത്തിന് തയ്യാറല്ല. സ്തോത്രം. കണ്ടോ? അതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. എഴിക്കാൻ മേലാതാവുമ്പോ ചെയ്യുന്നതിനെ വിശുദ്ധി എന്നൊന്നും ആർക്കും പറയാനൊന്നും പറ്റത്തില്ല. നല്ല സർവ്വ ആരോഗ്യവാനായിരിക്കുമ്പോൾ. ഈ ദാനിയേലും അങ്ങനെ തന്നെ. സർവ്വ സൗകര്യങ്ങളും, കൊട്ടാരത്തിലെ എല്ലാ ഫുഡും കഴിക്കാനുള്ള സൗകര്യം നിൽക്കുമ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, ഈ രാജാവിന്റെ ഭോജനം കഴിച്ച് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കാൻ തയ്യാറല്ല. അതാണ് ഡിസിഷൻ, അതാണ് തീരുമാനം. അമ്മാതിരി തീരുമാനം എടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം, അല്ലെങ്കിൽ അതൊരു മാനസാന്തരമേ അല്ല. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം പറയാവോ? നിങ്ങൾക്ക് അത്ര പിടിക്കുന്നില്ലെന്ന് എനിക്ക് സാരമില്ല, അതൊന്നും കുഴപ്പമില്ല, പിടിച്ച് കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഇപ്പോഴാണ് ആടുകളുടെ ഇടയനായത്, മനസ്സിലായോ? അതാണ് ഞാൻ ഇപ്പോഴിങ്ങനെ ആടിനെ വളർത്തി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ആട് കൺവെൻഷൻ ഗ്രൗണ്ടിൽ കാണും പോലെ ഒന്നും അല്ല. കൺവെൻഷൻ ഗ്രൗണ്ടിൽ ആടൊക്കെ ഭയങ്കര ഡീസന്റ് ആണ്, ആട് തൊഴുത്തിലാണ് കലിപ്പ്. ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ദൈവാസനായിട്ട് ഫോൺ വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുമ്പോൾ ഞാൻ പറയായിരുന്നു, ഈ ആടും തമ്മിൽ ഭയങ്കര ഇടിയാണ്, അതെന്ത് ചെയ്യും? അതെല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ഈ ആടും കൂടെ ചേർന്ന് ഭയങ്കര ഇടിയാണ്, അത് ഭയങ്കര പാടാണ്. അല്ലല്ലേ? ഉറച്ച് കേൾക്കാനില്ലേ? ആർക്കോട്ട് താങ്ങുന്നതാണ് അല്ലേ? വെച്ച് കീച്ച് കൊടുക്കാൻ. സഹോദരൻ, ദൈവമക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളിവിടെ ഒരു 10 or 20 കുടുംബം ഒരു കൂടിൻ്റെ അകത്ത് ഇടുമ്പോൾ തമ്മിൽ കുത്തുന്നുണ്ടെങ്കിൽ ഇത് എല്ലാവരും കൂടെ സ്വർഗത്തിൽ എങ്ങനെ കൊണ്ട് ഇടുന്ന ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? ഉപദേശിച്ചപ്പോഴും എനിക്ക് മനസ്സിൽ ഇത് ഭയങ്കര റിസ്ക് ആണ്, ഉറങ്ങാനും പറ്റത്തില്ല, ഒന്നും പറയും. വെറും കൺവെൻഷൻ പ്രസംഗനായിരുന്നു സുഖമായിരുന്നു കേട്ടോ. ഒരു 10-20 കൊല്ലം വെറും കൺവെൻഷൻ പ്രസംഗം, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നേരെ ചെല്ലുക, സ്റ്റേജ് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വിജയം ബ്രദർ ഇരിപ്പുണ്ട്, വിജയം ബ്രദർക്ക് ഇഷ്ടമാതിരി സ്റ്റേജ് തയ്യാറാക്കി തന്നിട്ടുണ്ട്. തയ്യാറാക്കി വെക്കുക, ചെല്ലുക, പ്രസംഗിക്കുക അല്ലെ, ചപ്പാത്തി ഇറച്ചിയൊക്കെ വെച്ചിരിക്കും, കഴിക്കുക, വീട്ടിൽ പോവുക, വേറെ ഒന്നും നോക്കണ്ട. വീട്ടിൽ നേരെ ഇടന്ന് ഉറങ്ങിയാൽ മതി. ചിലപ്പോൾ ഒരു ഗുളി കഴിക്കേണ്ടി വരും. ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളി വരും, ആട് കാലുളുക്കി കിടക്കുകയാണ്, അവിടെ പോകണം അല്ലേ. അവിടെ ചെല്ലുമ്പോൾ വേറൊന്ന് ഛർദ്ദിച്ച് കിടക്കുകയാണ് അല്ലേ. ഞാൻ പിന്നെ ഇതെല്ലാം ഞാൻ 108 വിളിച്ച് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. രാത്രി എന്നെ വിളിക്കരുത്, എനിക്ക് ഇതിന്റെ പുറകെ നടക്കാനൊന്നും നേരമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ വലിയ പരുവക്കേടുകളുണ്ട്. ഈ മാനസാന്തരപ്പെടാത്ത പ്രശ്നമുണ്ട്, അത് ഒരു പ്രശ്നമാണ്. അത് നമ്മൾ ചുമന്നാലേ പറ്റുള്ളൂ, അത് വലിയ മെനകേടാണ്. സ്തോത്രം. എന്തൊരു ദുഃഖമാണ്, എന്തൊരു പ്രയാസമാണ് ചിലതിനൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി എടുക്കാൻ. എന്തൊരു പാടാണ്. സ്തോത്രം. അപ്പൊ ദൈവമക്കൾ സഭയിൽ പോകുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ ഒരു അമ്മച്ചി വന്നു. അമ്മച്ചി അങ്ങനെ വന്ന് പെട്ടതാണ് എന്ന് പറഞ്ഞാൽ, അമ്മച്ചി ദൂരെ ഒരു ചർച്ചിൽ പോകുന്നതാണ്. അപ്പോൾ എൻ്റെ ചർച്ചിൻ്റെ അടുത്താണ് മുപ്പത്തേര് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ചർച്ചിലേക്ക് വരാനൊരു സൗകര്യം കിട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് വയ്യ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദൂരെ എനിക്ക് പോകാൻ പറ്റത്തില്ല, ഞാൻ സുഖമാവുന്നതുവരെ പാസ്റ്റർ ചർച്ചിൽ വരാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ വണ്ടി വിട്ടു കൊടുത്തു, കൊണ്ടുവന്നു. അപ്പോൾ എന്നെ അടുത്ത അമ്മച്ചിയുടെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ അമ്മച്ചിക്ക് 7 മക്കളുണ്ട്. അമ്മച്ചിയുടെ ഹസ്ബൻഡ് പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മച്ചിക്ക് 7 മക്കളൊക്കെ ഉണ്ട്. സന്തോഷമായിട്ട് ജീവിക്കുന്ന അമ്മച്ചിയാണ്. എല്ലാം ഒരു എന്താ പറയുക, ചെറിയ ചെറിയ പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മച്ചീൻ്റെ അടുത്ത് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചർച്ചിലെ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അമ്മച്ചിക്ക് ഒരു മോനുണ്ട്, മക്കൾ ഒരുപാടുണ്ട്. ഒരു മോന് പിന്നെ വീട്ടിൽ വരത്തില്ല, പുള്ളി ജോലി സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അമ്മച്ചീൻ്റെ അടുത്ത് പറഞ്ഞ് നല്ല ഡീസൻറ്റ് മോനെന്നാണ് പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞതിൻ്റെ തലയാഴ്ച ആ മോന് വീട്ടിൽ വന്നു. അപ്പോൾ അമ്മച്ചി എന്നെ കാണാൻ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആള് ഉഷാറിട്ട് വെള്ളം അടിക്കുന്ന മോനാണ്, മനസ്സിലുണ്ടോ? അപ്പോൾ അമ്മച്ചി പിന്നീട് എൻ്റെ അടുത്ത് ദൂരെ കൂടെ പറഞ്ഞു, അവൻ ഇച്ചിരി ഇങ്ങനെ കുടിക്കുന്നു തന്നെ, ചിരിച്ചേ കുടിക്കുള്ളൂ എന്ന് അമ്മച്ചി ഉദ്ദേശിച്ചേ. എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്, മക്കൾ കുടിച്ചാലും വെളിയിൽ പറയത്തില്ല അല്ലേ. കുറച്ച് നേരം കൂടി വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ അമ്മച്ചി പട്ടാളക്കാരൻ്റെ ഭാര്യയാണല്ലോ, പട്ടാളക്കാരൻ മരിച്ചുപോയല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മച്ചിക്ക് കൃത്യമായി റേഷൻ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഈ റേഷൻ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 6 കുപ്പി കിട്ടും അമ്മച്ചിക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ് ചെയ്യുന്നത്? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മക്കളെ അത് ഞാൻ വാങ്ങിച്ച് കൊടുക്കും. 7 കൊല്ലം കൊണ്ട് പെന്തക്കോസ്ത് സഭയിലെ വിശ്വാസിയാണ് അമ്മച്ചി. ആ കുപ്പി മേടിച്ച് ഞാൻ കൊടുക്കുമെന്ന്. അല്ല, ഞാൻ ചോദിച്ചു, നിങ്ങൾ കാണിക്കുന്നത് വളരെ മോശം പരിപാടിയല്ലേ? കാരണം വീട്ടിലൊരു കുടിയനുള്ളപ്പോൾ നിങ്ങളിത് മേടിച്ച് വെളിയിൽ കൊടുത്താൽ
നിങ്ങൾ ഈ മകനല്ലേ കൊടുക്കേണ്ടത്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം മകൻ കുടിക്കുന്നത് അവർക്കൊരു മനപ്രയാസമാണ്. അവർക്ക് ഈ സാധനം വാങ്ങിച്ച് വല്ലവന്റെ മകന് കുടിക്കാൻ കൊടുക്കാം. എന്നിട്ട് പെന്തക്കോസ് വിശ്വാസിയായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞ അമ്മച്ചി അങ്ങോട്ട് വരണ്ട, നമ്മളെ ഏരിയയിലോട്ട് വരണ്ട. ഞാനിത് ഉദ്ദേശിക്കുന്നില്ല. ഈ ചാരാമിക്കുന്ന അമ്മച്ചിയും പച്ചക്കൂട്ടി ഞാനിങ്ങനെ അല്ലേ സ്വർലോകനാടന്റെ നിത്യനാടാം പാടിയിട്ട് കാര്യം എന്തുവാ? നിങ്ങൾക്ക് പിടിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇതായത് അതിന്റെ സംഭവം. ഇതുപോലുള്ള ടീമുകളെ 100-300 എണ്ണത്തിനെ കൂട്ടിയിട്ട് നമ്മൾ പാടിയിട്ട് കാര്യം എന്തുവാ? സ്വതന്ത്രം. അതുകൊണ്ട് ഗുണം പിടിക്കണം. നമ്മൾ അടിസ്ഥാനപരമായി ഗുണം പിടിക്കണം. കുറച്ച് കാശ് കയ്യിലുണ്ടായിട്ടൊന്നും കാര്യമില്ല. സ്വതന്ത്രം. കൃത്യമായ മാനസാന്തരം നമുക്കുണ്ടാവണം. അതിനുവേണ്ടി ആ സഭ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മളെ റോഡിലിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഷെഡിൽ കൊണ്ടുവന്ന് അവിടെ ഇട്ടാണ് നമ്മുടെ അടുത്ത ഓപ്പറേഷൻ നടക്കുന്നത്. സ്വതന്ത്രം. അതാ ഞാൻ പറഞ്ഞത്. സ്വതന്ത്രം. അവിടെ ഇട്ടാണ് കൃത്യമായ ഉപദേശം പറഞ്ഞു തരാൻ. അവിടെയാണ് കൃത്യം ഉപദേശം തരാത്ത സഭകൾ തിരഞ്ഞെടുക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? 6 കുപ്പി വിൽക്കുമ്പോൾ 1 കുപ്പിയുടെ ലാഭം കിട്ടുന്നത് സഭയെ കൊടുത്താൽ ചില സഭയിൽ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാ. അപ്പൊ നിങ്ങൾക്ക് 5 കുപ്പിയുടെ പൈസയും കിട്ടും, 1 കുപ്പിയുടെ പൈസ പാസ്റ്റർക്കും കിട്ടും അല്ലേ? വലിയ തട്ടില്ലാതെ കൊണ്ടുപോകുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള സഭ നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. കാരണം 100% ഗ്യാരണ്ടിയോടെ നരകത്തിലേ പോവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിത്യരാജ്യത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളെ ഗുണം പിടിപ്പിക്കാനുള്ള ഉപദേശം കൃത്യമായി പറഞ്ഞു തരുന്ന ഉപദേശിയുടെ അടുക്കലേ പോകാവൂ. അവിടെ ചെന്ന് നിങ്ങൾ ദശാംശം കൊടുത്താൽ അത് നിങ്ങൾക്ക് നഷ്ടമല്ല. അവിടെ ചെന്ന് നിങ്ങൾ ഒരല്പം വില കൊടുത്താൽ നിങ്ങൾക്കത് നഷ്ടമല്ല. അല്ലാത്തടത്ത് ചെന്നിരുന്നാൽ നിങ്ങളുടെ ആയുസ് വേസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയും പിടികിട്ടി കാണും. അത്രയും തൽക്കാലം പിടികിട്ടിയാൽ മതി. ലെറ്റ്സ് കം ബാക്ക്. അപ്പോൾ ദൈവം ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ഒരു ആടിനെ യാഗമാക്കിയെങ്കിൽ ദൈവം എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു. അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ സംസാരിച്ചിരിക്കുന്നത്. 9-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. എങ്കിലും ദൈവകൃപയാൽ അത് പറയണമെങ്കിൽ ഒരു വാക്യം കയറ്റി വായിക്കണം. സ്വതന്ത്രം. കുഞ്ഞെ ഒരു കാര്യം ചെയ്യും, 1-ാം വാക്യം തൊട്ടങ്ങ് വായിച്ചോ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഒഴുകുന്നവരാ, മഴയില്ലെങ്കിലും ഒഴുകുന്നവരാ അല്ലേ? ചില വിശ്വാസി ഞായറാഴ്ച കാണത്തില്ല അല്ലേ? പിന്നെ വിളിച്ചു നോക്കുമ്പോഴാണ് അതെ നൂലുകെട്ടിന് പോയിരുന്നു. സ്വതന്ത്രം. ഇപ്പോഴാണ് ഞാൻ ഉപദേശിമാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു കൊടുക്കും, പോയി നൂലുകെട്ടി ആ വഴിക്ക് കുളം പറയും. സ്വതന്ത്രം. പിന്നെ എനിക്ക് ഉപദേശിമാരെനിക്ക് പറഞ്ഞു തന്നു, അങ്ങനെയല്ല, അവരാദ്യമൊക്കെ അങ്ങനെ നൂല് കെട്ടാൻ പോവും, പിന്നീട് ശരിയാവും. എന്ന് ശരിയാവോ? ഇതുങ്ങളെല്ലാം ശരിയാവാൻ വേണ്ടി കർത്താവിന് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇസ്രായേലിലെ യുദ്ധത്തിൽ തീരുമാനമാവേണ്ട സമയവുമായി. പറഞ്ഞ കാര്യം ഗ്രഹിക്കുന്നുണ്ടോ? സകല സൈഡിലും, റഷ്യയുടെ സൈഡിലായാലും ഇസ്രായേലിന്റെ സൈഡിലായാലും അമേരിക്കയുടെ സൈഡിലായാലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഫൈനൽ യുദ്ധത്തിനുള്ള എല്ലാ കാര്യവും ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്. കാഹളം ധ്വനിച്ചാൽ മാത്രം മതി. സ്തോത്രം. ഇനി കർത്താവ് എത്ര ദിവസം വച്ച് താമസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മളെല്ലാം ഗുണം പിടിക്കാൻ വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്താൽ കർത്താവിന് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിറവേറി കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. 2023-നും 30-നും ഇടയിൽ ലോകം ഭരിക്കാനുള്ള ഏക ഭരണാധികാരി സിറിയയിൽ നിന്ന് വരുമെന്ന് ഇസ്ലാമിക ലോകം മുഴുവൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽ മഹദി എന്നൊരാൾ, അങ്ങനെ ഒരാൾ വരുമെങ്കിൽ അയാളാണ് ലോകം ഭരിക്കാനുള്ള എതിർ ക്രിസ്തു എന്ന് ബൈബിൾ പറയുന്ന വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ വരുന്ന വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന ഏക ഭരണാധികാരി. അയാൾ വരുന്നു എങ്കിൽ ആ വെള്ളക്കുതിര വരുന്നതിന് മുമ്പ് തനിക്കായി കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കാൻ കർത്താവ് കാഹളം ധ്വനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങാത്തവരായി ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പെന്തക്കോസിൽ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തിരുവചന പ്രകാരം വിശുദ്ധിയെ തികയ്ക്കേണ്ടത് അത്യാവശ്യം. അതുകൊണ്ട് അതിന് കൃത്യമായ ഉപദേശം പറഞ്ഞു തരുന്ന സഭയിൽ തന്നെ നമ്മൾ കൂടണം, നിർബന്ധമാണ്. ഞാൻ ചർച്ചിൽ 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് ആണ് വെച്ചിരിക്കുന്നത്. 3 ദിവസത്തെ ബൈബിൾ ക്ലാസ്. സ്വതന്ത്രം. എവ്രി വീക്ക്. കാരണം അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ, എന്നാലേ ഈ ജനത്തെ പഠിപ്പിച്ചെടുക്കാൻ ഒക്കത്തുള്ളൂ. ഉപവസിപ്പിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. ഉപവാസം എല്ലാ ആഴ്ചയും കൊണ്ടിരുന്ന താറാവ് മുട്ടയിട്ടില്ല, ആട് ഫുഡ് എടുക്കുന്നില്ല, പിന്നെ 85 വയസ്സായ അമ്മച്ചിയുടെ മുട്ടുവേദന, ഇതെവിടെ മാറാൻ? ഇതിനു വേണ്ടി ഉപവാസമൊന്നും ഇരുന്ന് മെനക്കെട്ട് സമയം കളയരുത്.
ജനത്തെ വചനം പഠിപ്പിക്കുക. താറാവ് മുട്ടയിട്ടില്ലെങ്കിൽ കറി വെക്കാൻ പറയണം. വചനം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറി കഴിക്കാം. അപ്പൊ ആ പ്രാർത്ഥന അവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാമല്ലോ, അല്ലേ? ഇത് സ്ഥിരം ഈ സാധനങ്ങൾ എന്നെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? സ്തോത്രം. അതുകൊണ്ട് അത് മതിയാക്കിയിട്ട് ജനത്തെ വചനം പഠിപ്പിക്കണം. ജനം വചനം ഗ്രഹിക്കണം. ജനത്തിന്റെ ഹൃദയത്തിനകത്ത് വചനം ഇറങ്ങണം. പുത്തൻ തലമുറ വചനം പഠിക്കാതെ പുറത്തു വന്നാൽ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സ്തോത്രം. ഞാനിപ്പോൾ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എനിക്കറിയാം ഞാൻ ഞെട്ടിയാണ് നിൽക്കുന്നത്. കാരണം ഇന്നും എന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്ററെ, വചനം കൃത്യമായിട്ട് അറിയാന്നുള്ള ഒരുപാട് ദൈവദാസന്മാർ നമുക്കില്ല, എന്താ ഇവരാരും പുറത്തിറങ്ങാത്തത്? പുറത്തിറങ്ങത്തില്ല, ഇവർക്ക് അടികൊള്ളുന്ന പേടിയാണ്. സ്തോത്രം. ഇവർക്ക് പേടിയാണ്. TPM-നെതിരെ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്നെ അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും, നിങ്ങൾ ചത്തുപോകും. ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയാണ് ചാവാൻ. സ്തോത്രം. അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും വിട്ടാണ് അവർ വന്നെങ്കിൽ ഞാനിതൊന്നും വിട്ടിട്ടില്ല, എല്ലാം എനിക്ക് വീട്ടിലുണ്ട്. സ്തോത്രം. ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് എനിക്ക് വീട്ടിൽ ചെന്നേ തീരുമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് എന്റെ ഭാര്യ ഒന്നുകൂടി കാണണമെന്നോ, മക്കളെ ഒന്നുകൂടി കാണണമെന്നോ, മാതാപിതാക്കളെ ഒന്നുകൂടി കണ്ടുകൊള്ളണമെന്നോ, ആരെയും ഒന്നുകൂടി കണ്ടുകൊള്ളണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഇവിടെ മരിച്ചു വീഴണമെന്ന് എന്താ കർത്താവിന്റെ ഹിതമുണ്ടെങ്കിൽ ഐ ആം റെഡി ഫോർ ദാറ്റ്. സ്തോത്രം. ഒരു കുഴപ്പമില്ല. സ്തോത്രം. ഞാനിത് നിറഞ്ഞ മനസ്സോടെ കൂടി തന്നെയാണ് പറയുന്നത്. അതിലൊട്ടും കുറച്ച് വെച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. എനിക്ക് ആരോടും സ്നേഹക്കുറവുള്ളത് കൊണ്ടല്ല പറയുന്നത്. എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട്. പക്ഷേ നിർബന്ധമായും എനിക്ക് അവരെ പോയി ഒന്നുകൂടി കണ്ട് യാത്ര ചോദിച്ചിട്ട് നോ, എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് വന്നത്, പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. നോ പ്രോബ്ലം. ആരോടും എനിക്ക് യാതൊരു ബാധ്യതയുമില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, നമ്മുടെ കർത്താവ് വരാൻ സമയമെടുത്തിരിക്കുന്നു. തിരുവചന പ്രകാരം നമ്മൾ നമ്മുടെ വേരുകൾ ചെത്തി റെഡിയാക്കി അക്കരയ്ക്ക് യാത്രയ്ക്ക് നമ്മൾ തയ്യാറായി നിൽക്കണം. ഏത് നിമിഷവും നമ്മുടെ കർത്താവ് വരാനുള്ള സാധ്യതയുണ്ട്. സ്ഥിരമായി പള്ളിയിൽ പോകുന്നതിലല്ല കാര്യം. സ്തോത്രം. സ്ഥിരമായി സ്തോത്രക്കാഴ്ച കൊടുക്കുന്നതിലല്ല കാര്യം. ഉപവാസം വെക്കുന്നതിലല്ല കാര്യം. വചനപ്രകാരം നമ്മുടെ വിശുദ്ധി പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് പ്രധാനം. സ്തോത്രം. ഞാൻ വളരെ വേഗം മുമ്പിലേക്ക് പോകട്ടെ. അവളോട് പറയണ്ടോ, വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് ശ്രദ്ധയോടെ കരുതണം. വായിക്കേ. ദൂതന്മാർ മുഖാന്തരം കേട്ടോണേ. നമ്മുടെ രക്ഷയുടെ ക്വാളിറ്റി പറയാണ്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും, അതൊരിക്കലും മാറുന്നതല്ല, സ്ഥിരമായിരിക്കുകയും, ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്തു എങ്കിൽ, കണ്ടോ, ന്യായമായ പ്രതിഫലം. ഉൽപ്പത്തി മുതൽ കയ്യൻ തൊട്ട് നിങ്ങൾ നോക്കൂ. കയ്യൻ തൊട്ട് ഇങ്ങറ്റം വരെ വെളിപ്പാട് പുസ്തകത്തിൽ പിശാചിന്റെ ന്യായവിധി വരെ പറയുന്ന സകലയിടങ്ങളിലും ഓരോരോ ലംഘനത്തിനും കൃത്യമായ ന്യായവിധി ദൈവം കൊടുത്തു എങ്കിൽ എന്നെ നിങ്ങളെ കർത്താവ് അഴിച്ചുവിടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? സ്തോത്രം. 2 പത്രോസ് 2-ാം ലേഖനത്തിൽ പറയുന്നത്, സ്തോത്രം, എന്താ തങ്ങളുടെ ഒന്ന് വായിക്കാവോ? 2 പത്രോസ് 2-ാം അധ്യായം 3-ാം വാക്യം വായിക്കേ. 2 Peter chapter 2 verse 2. 3. അവർ ദിവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞു നിങ്ങളെ വാണിഫം ആക്കും. താഴെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ, തമിഴിൽ തപ്പവിടാമൽ, അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. കണ്ടോ, ദൂതന്മാരെ വരെ കെട്ടിയിട്ടിരിക്കുക കർത്താവ് ഭൂമിക്ക് കീഴേ. അടുത്ത വാക്യം, പുരാതന ലോകത്തെയും ആദരിക്കാതെ. കണ്ടോ, പാപം ചെയ്ത ദൂതനെയോ പുരാതന ലോകത്തെയോ ദൈവം ആദരിക്കാതെ തക്ക ന്യായവിധിക്ക് അവർക്ക് കൊടുക്കുകയും അവരെ കെട്ടിയിടുകയും ചെയ്തു എങ്കിൽ എന്നെയും നിങ്ങളെയും കർത്താവ് ന്യായം വിധിക്കാതെ വിടുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഈ ദേശത്തിലുള്ള സകല നിവാസികളെയും കർത്താവ് ന്യായം വിധിക്കും. ദൈവം മനുഷ്യനായി സൃഷ്ടിച്ചിട്ടുള്ള സകലരെയും ന്യായം വിധിക്കും. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം നിയമിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ന്യായവിധി വിട്ട് രക്ഷപ്പെട്ടോളാൻ, കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള രക്ഷ പ്രാപിച്ചു കൊള്ളാൻ തിരുവചനം പറഞ്ഞിരിക്കുന്നതിനെ ഞങ്ങൾ ദേശത്ത് വിളിച്ചു പറയുന്നത്. സ്തോത്രം. നേരെ എബ്രായ ലേഖനത്തിലേക്ക് വരൂ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും, അടുത്ത കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്കുറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. എത്ര വലിയ രക്ഷ! വലിയ ന്യായവിധിയിൽ നിന്നുള്ള രക്ഷ.
ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? സോ ഗ്രേറ്റ് സാൽവേഷൻ, ഞാൻ അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? എങ്ങനെ രക്ഷപ്പെടുമെന്നാ ഉദ്ദേശിക്കുന്നേ? നമുക്ക് ദേശക്കാരോട് പറയാനുള്ളത് അതാ. ഇത്ര വലിയ രക്ഷയെ കുറിച്ചാ പറയാനുള്ളത്. അതിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ തെറ്റി ഒഴിയാൻ കഴിയില്ല. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് ഈ ജനങ്ങളോട് സോപ്പിട്ടല്ല കാര്യം പറയാൻ. സ്വത്രം, ഈ ജനത്തോട് കാര്യം പറയണം. ന്യായവിധി വരാൻ പോവുകയാണ്. ചൂള പോലെ കത്തുന്ന ദിവസം വരാൻ പോകുന്നു. ആർക്കും തടുക്കാനാവാത്ത രാത്രി വരാൻ പോകുന്നു. ദൈവം ന്യായവിധിയുമായി എഴുന്നേൽക്കാൻ പോകുന്നു. അതിനു മുമ്പ് എല്ലാവർക്കും രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് പദ്ധതി ഒരുക്കിയിരിക്കുന്നു. അതാണ് തന്റെ ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ ഓർക്കണം, പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, നീ ആടിനെ എടുത്തതിനെ അറുത്തതിന്റെ രക്തം പുരട്ടണം. പുരട്ടാതിരുന്ന എല്ലാ വീട്ടിലും മരണം നടന്നു എന്നറിയണം, അല്ലേ? വേണമെങ്കിൽ അവർക്ക് ഇതുപോലെ ചർച്ച ചെയ്യാം. അതിന്റെ ആവശ്യം എന്താണ്? ആടിന്റെ രക്തം പുരട്ടേണ്ട കാര്യം എന്താണ്, അല്ലേ? ഒരു ബോട്ടിൽ, സാമ്പിൾ ബോട്ടിൽ ചുമന്ന പെയിന്റ് മേടിച്ചടിച്ചാ പോരെ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും, അല്ലേ? ആദ്യജാതൻ മരിക്കേണ്ടതിന് പകരം അവരുടെ ജീവൻ സംഹരിക്കപ്പെടണം. ഒരാടവിടെ കൊല്ലപ്പെടണം. അതുകൊണ്ടാണ് കർത്താവ് അവിടെ ഒരു ആടിനെ എടുത്ത് യാഗം കഴിക്കുവാൻ അവനോട്, അതിനെ കൊല്ലുവാൻ അവിടെ ആവശ്യപ്പെട്ടത്. പഴയ നിയമത്തിൽ ഒരു ആടിനെയാണ് യാഗമാക്കിയതെങ്കിൽ പുതിയ നിയമത്തിൽ അതിന്റെ പ്രോഗ്രാം മാറുകയാണ്. ദൈവം ഒരു വലിയ രക്ഷ സെറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈജിപ്തിൽ നിന്ന് ജനത്തിനൊരു രക്ഷ സെറ്റ് ചെയ്തിട്ട് കർത്താവ് ആ രക്ഷയിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഒരു ആടിനെ യാഗമാക്കുന്നത്. സ്വത്രം, ആടിനെ യാഗമാക്കി ജനം രക്ഷപ്പെടുത്തുകയാണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, നിങ്ങൾ ഇത്ര വലിയ രക്ഷ, എത്ര വലിയ രക്ഷ! ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് മാറി കനാനിലെ പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്കുള്ള യാത്ര, അത് കുഞ്ഞു കാര്യമല്ല. അവർ പാർക്കുന്ന സ്ഥലത്ത് അവർക്ക് ഇഷ്ടിക ഉണ്ടാക്കാൻ വൈക്കോല് പോലും കൊടുക്കാതെ എണ്ണത്തിന് ഇഷ്ടിക ഉണ്ടാക്കിക്കുന്ന നിർബന്ധമായ അടിമപ്പണി ചെയ്തിരുന്ന ജനം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന നാട് പാലും തേനും ഒഴുകുന്ന നാടാ. 6 ലക്ഷം ജനത്തെ അവിടെ നിന്ന് വിടുവിക്കുകയാണ്. ആണുങ്ങളെ മാത്രം കൂട്ടിയാൽ 6 ലക്ഷം ജനത്തെ അവിടെ നിന്ന് വിടുവിക്കുകയാണ്. സ്തോത്രം. അതവിടെ പറയുന്നത് ഇത്ര വലിയ രക്ഷ. നമുക്ക് പറയുന്ന രക്ഷ കുറച്ചുകൂടി വ്യത്യാസമാണ്. ഞാൻ അവിടേക്ക് നിങ്ങളെ കൊണ്ടുവരാം. താഴോട്ട് വായിക്കും. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ, ഇവിടെ നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. ദൈവം ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. ശ്രദ്ധിക്കണേ, പഴയ ഈജിപ്തിൽ ഇസ്രായേലിന് കർത്താവ് കനാനെ വാക്ക് പറഞ്ഞു. ഓർക്കണേ, ഈജിപ്തിൽ നിൽക്കുന്ന ഇസ്രായേലിന് കർത്താവ് കനാൻ വാക്ക് പറഞ്ഞു. ഇന്ന് വർഷം എത്രയെന്നറിയാവോ? 1446 BC കാര്യമാണ് പറയുന്നേ. 3500 കൊല്ലം പിറകിലത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നേ. 3500 കൊല്ലത്തിന് പിറകിൽ ദൈവം ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് വിളിച്ചിറക്കിയിട്ടും കർത്താവ് പറഞ്ഞതനുസരിച്ച് നടക്കാത്തത് കൊണ്ട് ഇന്നും അവൻ ആ നാട്ടിൽ സ്വൈരമായി ജീവിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു ഗ്രഹിക്കുന്നുണ്ടോ? ഇനി അവന് കുറച്ചു കാലം അവിടെ സ്വൈരമായി ജീവിക്കാൻ കഴിയും. അതിനു മുമ്പ് അവൻ ആ ദേശം വിട്ട് ഓടേണ്ടതായി വരും. 1000 കൊല്ലം ഇസ്രായേലിന് അവിടെ സ്വൈരമായി ജീവിക്കാൻ കഴിയും. പക്ഷെ അതിനു മുമ്പ് ഇസ്രായേലിന് ദേശം വിട്ട് ഓടേണ്ടതായിട്ട് വരും. നിലം തൊടാതെ അവൻ ഓടുന്നൊരു കാലം ഇസ്രായേലിനുണ്ടാവും. പക്ഷെ ആ അടി നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് നമുക്ക് അക്കരയ്ക്ക് പോകാനുള്ളത്. മാക്സിമം ജനത്തെ ഈ ദേശത്ത് നിന്ന് വീണ്ടെടുത്തോണം. എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പറയണം, ഈ യുദ്ധം ലോകത്തിന്റെ അവസാനത്തിനുള്ളതാണ്. ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടി ലോകത്തിന്റെ അവസാനത്തിന് വേണ്ടിയുള്ള അടിയാണ്. അറ്റ് എനി ടൈം വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ് വാർ. അത് അടുത്ത ലെവലിലേക്ക് അത് മാറും. മാറുന്നതിന് മുമ്പ് നമ്മൾ പോയിക്കോണം ഇവിടെ നിന്ന്. അതുകൊണ്ടൊരു വീട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യം, വീട് വെക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്ന നല്ല കാര്യം, ലോൺ എടുക്കുന്നത് നല്ല കാര്യം, വസ്തു മേടിക്കാൻ താല്പര്യപ്പെടുന്ന നല്ല കാര്യം, വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന നല്ല കാര്യം. ഇതിനു വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന് സ്തോത്രം, എന്താ പറയാ, വചനം ഇങ്ങനെയാണ് യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം കെണി പോലെ വരാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിക്കണം. വീട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് കർത്താവിനറിയാം. കർത്താവിന് തരാൻ തയ്യാറാണ്. സ്വന്തം വചനം ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്കെല്ലാം ഞാൻ തരാം. ഉടുക്കാൻ എന്ത് വേണമെന്ന് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട, ഞാൻ തരാം. കഴിക്കാൻ എന്ത് വേണമെന്ന് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട, ഞാൻ തരാം. ഇത്ര വലിയ രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ തരാൻ കർത്താവ് തയ്യാറാണ്. മാന്യതയും മക്കളെ, നമുക്ക് അധിക നാൾ ഇവിടെ നിൽക്കാനാവില്ല. ഇവിടെ ഒരുപാട് സമ്പാദിക്കാൻ നിങ്ങൾ റിസ്ക് എടുക്കണ്ട. പൗലോസ് ലേഖൻ എടുത്തു പറയുന്നു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്ക്. അതേ പൗലോസ് പദം മാറ്റി പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? നഗ്നതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ, nothing can separate me from the love of Christ. എന്നെ ക്രിസ്തുവിൽ നിന്ന് വേർപെടുത്താൻ മറ്റൊന്നിനും കഴിയില്ല. അമ്മാതിരി ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ലോകത്തെ ജയിക്കാൻ കഴിയത്തുള്ളൂ.
ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് അമ്മാതിരി മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവണം. ആഹാരം നമുക്ക് തരാൻ ദൈവം ശക്തൻ തന്നെയാണ്. നമ്മൾ ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമില്ല. ആഹാരം ഇല്ലേലും വേണ്ടില്ല, സ്വന്തം വസ്ത്രം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, നിത്യജീവൻ നമുക്ക് നഷ്ടമായി പോകരുത്. അതത്ര വലിയ രക്ഷയാണ്. അത് അവിടെ പറഞ്ഞ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റുവഴിയും. അടുത്ത പദം ഇതാണ്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. ദാറ്റ് മീൻസ് കർത്താവ് ഇസ്രായേലിന് വാക്കു പറഞ്ഞ ഭാവി ലോകം കനാൻ നാടാണ്. എനിക്കും നിങ്ങൾക്കും വാക്കു പറഞ്ഞിരിക്കുന്ന ഭാവി ലോകം ഈ ഭൂമിയിലേ അല്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറയുന്നുണ്ട്, ഈ ഭൂമി ചുട്ടഴിയാനുള്ളതാണ്, മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുള്ളതാണ്. നാം കാത്തിരിക്കുന്നത് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ടാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 2 വാക്യം വേഗത്തിൽ വായിക്കൂ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 1-2 വാക്യം വേഗത്തിൽ വായിക്കൂ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. കണ്ടോ? പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. നാം ഇരിക്കുന്ന ഈ ഭൂമിയും ഈ കാണുന്ന ആകാശവും ഒഴിഞ്ഞുപോയി അല്ലേ? വെള്ളാപ്പള്ളി ഇവിടെ കിടന്ന് ടെൻഷൻ പിടിക്കുക, അയാളുടെ ജാതിയിലുള്ള ആൾക്കാരെ പിടിച്ചോണ്ട് പോയി എന്ന്. ഞങ്ങൾ പിടിച്ചോണ്ട് പോയതല്ല. എടോ, ജാതിയും മതവും മാത്രമല്ല, ഈ ഭൂമി തന്നെ ഒഴിഞ്ഞു പോകാൻ പോവുകയാണ് അല്ലേ? ഇവിടുത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭയങ്കര ടെൻഷനാണ്. ഇവിടെ ആൾക്കാരെ മതപരിവർത്തനം നടത്തുന്നു. നമുക്കിത് നടത്തിയേ പറ്റൂ, വേറെ നിവർത്തിയില്ല. ഇത് മതപരിവർത്തനമല്ല, ജനത്തിന്റെ മാനസാന്തരമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വത്രം മറ്റൊരുത്തലിലും രക്ഷയില്ലെന്നുള്ള കാര്യം ജനത്തോട് അറിയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. മരണത്തെ ജയിച്ചവൻ യേശു മാത്രമേ ഉള്ളൂ എന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. 100 കണക്കിന് ഉപദേശിമാരെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്വത്രം 100 കണക്കിന് പേരെ ഇന്ത്യ ഗവൺമെന്റ് പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. പല പല സ്റ്റേറ്റുകളിൽ മതപരിവർത്തനം നിരോധന ബില്ലെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിക്കെതിരെ തന്നെ അവർ നിയമങ്ങൾ പാസാക്കി വച്ചിട്ടുണ്ട്. എന്തൊക്കെ നിയമം പാസാക്കിയാലും ഞങ്ങൾക്കിത് പറഞ്ഞേ തീരൂ, ഞങ്ങളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഈ കാര്യം, അതുകൊണ്ട് ഞങ്ങളിത് പറയുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ എത്ര പേര് കേൾക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ യൂട്യൂബിൽ എനിക്ക് വീടിനകത്തിരുന്ന് പ്രസംഗിച്ചാൽ ആയിരക്കണക്കിന് പേരെനിക്ക് കേൾക്കും. സ്തോത്രം. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആരോ എന്നെ ഫോൺ വിളിച്ചോണ്ട് ഞാൻ പറയായിരുന്നു, ഇതാണ് ഏറ്റവും സുഖം. വീട്ടിലിരുന്ന് എനിക്ക് പ്രസംഗിക്കാം. എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തിക്കത്തക്ക നിലയിൽ, എല്ലാ രാജ്യങ്ങളിലേക്കും എത്തിക്കത്തക്ക നിലയിൽ, ഒരുപാട് മാനസാന്തരത്തിലേക്ക് നടക്കത്തക്ക രീതിയിൽ. ഇന്നും ഒരു ഫാമിലി എന്നെ വിളിച്ചിട്ട് അവർ മാനസാന്തരത്തിലേക്ക് നടന്നു എന്നും അവർ ഇന്ന സഭയിലേക്ക് പോയി എന്നും പറഞ്ഞു. 3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഫാമിലി എന്നെ വിളിച്ചിട്ട് അവർ അമേരിക്കയിലാണ്. അവർ ഏത് ചർച്ചിൽ പോകണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അവർക്ക് ചർച്ച് പറഞ്ഞു കൊടുത്തു. അവർ ചർച്ചിലേക്ക് പോയി. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞത്, വീടിനകത്തിരുന്ന് എനിക്ക് സുഖമായി പ്രസംഗിക്കുവാനും അതെല്ലായിടത്തും കർത്താവ് തന്നെ കൊണ്ടെത്തിക്കുവാനും കർത്താവ് ചെയ്തിരിക്കുന്ന പദ്ധതി ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇത് തടയാൻ ആർക്കും കഴിയില്ല. മോഡിക്കും കഴിയില്ല, അമിത്ഷായ്ക്കും കഴിയില്ല, ഇവർക്ക് ആർക്കും കഴിയില്ല. ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്നത് ഞങ്ങളാണ് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ഇവിടെ അനുവാദം തരുന്നത്. ഇതൊക്കെ ചുമ്മാ തോന്നാണ്. കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ടോളാനാ പറഞ്ഞത്. നമ്മൾ പുറപ്പെട്ടാൽ മാത്രം മതി. സ്തോത്രം. ജയിലിലിട്ടാൽ അവിടെ സുവിശേഷം പറയാൻ കർത്താവ് അവസരം തരും. സ്തോത്രം. അവർ കൊന്നുകളഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം തീർന്നു എന്ന് വെച്ചാൽ മതി. ഇവിടെ ഇനിയിപ്പോൾ നിന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. എനിക്കിവിടെ നിന്നിട്ട് ഒന്നും ചെയ്യാനില്ല. കുറെ പ്രസംഗിക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അതിപ്പോ ഞാൻ ചെയ്ത തീരുള്ളൂ നിർബന്ധമില്ല. സ്വന്തം ആരെങ്കിലും പ്രസംഗിച്ചാൽ മതി. ഇവിടെ ഇനി പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എന്റെ പിള്ളേരെ ഞാൻ കണ്ടു, അവരുടെ പിള്ളേരെ കാണണമെന്ന് എനിക്ക് താല്പര്യവുമില്ല. സ്വത്രം. എല്ലാം ഇപ്പൊ ഇതിന്റെ ആഹാരം പോലെ നമ്മൾ കുറച്ച് ആഹാരമാണ് കഴിക്കുന്നത് അല്ലേ? അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന ആഹാരം കഴിക്കണമെന്നില്ല, ഒരു രാജ്യത്തും പോയി കാണണമെന്നില്ല. ഏറെക്കുറെ എനിക്ക് താല്പര്യമുള്ള എല്ലാ സ്ഥലങ്ങളും ഞാൻ പോവുകയും കാണുകയൊക്കെ ചെയ്തു. ഒന്നും എനിക്ക് പ്രത്യേകിച്ചില്ല. സ്തോത്രം. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ ഓടിപ്പോയി കാണൂ. നിങ്ങൾ എല്ലായിടമൊക്കെ പോയി കണ്ടിട്ട് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കൂ. ഏത് സമയം നമ്മൾ ഇവിടെ വിട്ട് പോകേണ്ടി വരും. നിങ്ങൾ ഇന്ന് തൊട്ട് എണ്ണി നോക്കൂ. നിങ്ങൾക്ക് ഒരു 80 വയസ്സാകാൻ എത്ര കൊല്ലം വേണമെന്ന് ആലോചിച്ച് നോക്കൂ. ചുമ്മാ 80 ഇട്ടോളൂ, കിടക്കട്ടെ. എന്നിട്ട് നിങ്ങൾ പത്രത്തിൽ നോക്കൂ. കഴിഞ്ഞ തലമുറ ചുട്ടമരച്ചിനിയും കാച്ചിലും ചേമ്പും തിന്നവർ മാത്രമേ കൂടുതൽ പ്രായത്തിലോട്ട് പോകുന്നുള്ളൂ. ബാക്കിയെല്ലാം നേരത്തെ പോവുകയാണ്. ടെൻഷനൊന്നും പിടിക്കണ്ട കേട്ടോ. പെട്ടി തയ്യാറാക്കി വെക്കുക. എപ്പോൾ വേണം പോവാം. ഏതാ ശവപ്പെട്ടിയല്ല, അക്കരെ പോകാനുള്ള പെട്ടി റെഡിയാക്കി വെക്കുക. അറ്റ് എനി ടൈം കോൾ വരും. നാളെ നേരം വിളിക്കുമ്പോൾ നമ്മൾ ഉണ്ടോന്നൊന്നും അറിയാൻ പാടില്ല. പേടിക്കൊന്നും വേണ്ട. നമുക്ക് ഉറപ്പ് വേണം. കൂടാരമായ എൻ്റെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത ദൈവത്തിന്റെ ദാനമായ നിത്യമായ കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ട്.
ഞാൻ ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇത്തരത്തിലൊരു ബോധ്യം ആത്മീകന്റെ ഹൃദയത്തിനകത്തേക്ക് പകർന്നത് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന് അമ്മാതിരി ഒരു പ്രത്യാശയുണ്ട്. ഏത് സമയവും എനിക്ക് അക്കരെ നാട്ടിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. അവനിവിടെ അതിർത്തി വഴക്കുകളൊന്നുമില്ല. അവൻ അതിർത്തി പ്രശ്നമില്ല. കോഴി അപ്പുറത്ത് ചാടിയെന്ന് പ്രശ്നമില്ല, കോഴി ഇപ്പുറത്ത് ചാടിയെന്ന് പ്രശ്നമില്ല. ഒരു പ്രശ്നവും അവനില്ല. അവൻ തയ്യാറായിട്ടിരിക്കുന്നത് ഭാഗ്യനാട്ടിൽ പോകാൻ വേണ്ടിയാ. ഇന്ന് രാത്രി അമ്മാതിരി ഒരു ഒരുക്കമില്ലാതെ ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ ആ ഒരുക്കം പ്രാപിക്കണം. ഭാവി ലോകത്തെ എന്ന് പറഞ്ഞാൽ പുതിയ ആകാശത്തെ, പുതിയ ഭൂമിയെ കർത്താവ് ദൂതന്മാർക്കല്ല കീഴ്പ്പെടുത്തി കൊടുത്തത്, എനിക്കും നിങ്ങൾക്കുമാണ്. കണ്ടോ? അപ്പൊ ചെല്ലി പറയുന്ന 10 സെന്റ് വസ്തു ഒരു വീടും കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ഇവിടെ ആർക്കും കർത്താവ് വാക്ക് പറയില്ല. കർത്താവ് വന്നിട്ട് പറഞ്ഞത് എനിക്കേ ഇവിടെ തല ചായ്ക്കാൻ ഇടവില്ല, പിന്നെ നമുക്ക് തരാന്ന് പറയുമോ? അല്ലെ, കുറുക്കന് കിടക്കാൻ കുഴിയുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടവില്ലെന്നാ പറഞ്ഞേ. ആ മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരാന്ന് പറയുമോ? പറയത്തില്ല. അല്ലേ? വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെകുത്താനാ പറഞ്ഞിട്ടുള്ളത്. ചെകുത്താൻ പറഞ്ഞത് ഒന്ന് വീണ് നമസ്കരിച്ചാൽ കാണുന്ന മൊത്തം തരാന്നാ. നമ്മളിപ്പോ തപ്പുന്ന ഇയാൾ എവിടാന്നാ? അയാളെ കിട്ടിയാലല്ലേ ഒന്ന് വീണ് നമസ്കരിക്കാനൊക്കെ, അയാളെ കാണാനില്ല. ദൈവമക്കളെ, ഈ ഭൂമിയിൽ എന്ത് കിട്ടിയാലും എല്ലാം നശ്വരമാണ്. എന്ത് കിട്ടിയാലും നശ്വരമാണ്. ആരോഗ്യം അത് നശ്വരമാണ്. 20 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ കല്യാണ ഫോട്ടോ എടുത്ത് നോക്കിയാൽ ഞെട്ടിപ്പോവും ഞാൻ. പറഞ്ഞു, മനസ്സിലായോ? വല്ലാത്ത വ്യത്യാസം, ട്രമൻഡസ് ചേഞ്ച്. അന്ന് എൻ്റെ കല്യാണത്തിന് ഓടി നടന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അങ്കിള് വളരെ ക്ഷീണിതനാണ്. എൻ്റെ കൈ പിടിച്ചാണ് ഇപ്പം നടക്കുന്നത്. വീടിനകത്തുകൂടി പോലും എന്താ പറയാ ഇത് വെച്ചാ നടക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അന്ന് ഓടി നടന്ന ആളാണ്. അതിനും 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ചൈന യുദ്ധത്തിന് വേണ്ടി പോയ മനുഷ്യനാണ്. ഇപ്പോൾ ഒരു യുദ്ധവുമില്ല. വീട്ടിലിരുന്ന ഭാര്യയും ഭർത്താവും യുദ്ധമാണ്. അവര് വയസ്സായ ഒരു ഫാനിന്റെ സ്പീഡ് കൂടി പോയെന്നും കുറഞ്ഞു പോയെന്നും ഒക്കെയാണ് വഴക്ക്. വേറെ വഴക്കൊന്നുമില്ല അല്ലേ? എല്ലാം 80-ന് മേലോട്ട് പോയി. 80-ന് മേലോട്ട് പോയ വഴക്ക് തന്നെയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊക്കെ അത്രയും പോകുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഹൃദയത്തിനകത്ത് നമുക്കൊരു ഉറപ്പുണ്ടാവണം. എന്ന് പോകുന്നതിനുള്ള രണ്ടാമത്തെ കാര്യം, ഞാൻ അക്കരയ്ക്ക് പോകും. ഭാവി കാലം എനിക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലും എന്നുള്ള ഉറപ്പ് എനിക്ക് നിങ്ങൾക്കും ഇന്ന് രാത്രിയിൽ ഉണ്ടാവണം. പഴയ നിയമത്തിൽ ആടിനെ യാഗമാക്കിക്കൊണ്ട് ഇസ്രായേലിന് ഈ കനാൻ നാട് വാക്ക് പറഞ്ഞെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ക്രിസ്തുവിനെ യാഗമാക്കിക്കൊണ്ട് ഭാവി ലോകത്തെയാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഒരു കൊച്ചു ഭൂമി അല്ല വാക്ക് പറഞ്ഞിരിക്കുന്നത്. മനോഹരമായൊരു ഭൂമി, മനോഹരമായൊരു ആകാശം മാത്രമല്ല. താഴോട്ട് പറഞ്ഞ കേക്ക്, വേഗത്തിൽ വായിക്കും കുഞ്ഞേ. സമുദ്രവും ഇനിയില്ല. സമുദ്രവും ഇനിയില്ല. അപ്പൊ പിന്നെ കടൽ മീനൊന്നും കിട്ടാൻ സാധ്യതയില്ല. വായിക്കേ. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം എവിടാ? പുതിയ ഭൂമിയിലേക്ക്. വായിക്കേ. ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. ദൈവം നമ്മോട് കൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. കണ്ട, നമ്മൾ ദൈവത്തിന്റെ ജനമാകുന്ന താല്പര്യമുണ്ടോ? താമസിയാതെ പോകാൻ പോവാ നമ്മള്. ദൈവം നമ്മുടെ ജനമായിരിക്കാം. അമേരിക്കയെ കൊണ്ടുവന്ന ട്രംപിന്റെ ജനമായിട്ടിരിക്കാൻ നമുക്ക് താല്പര്യമില്ലേ? നല്ല സുഖമാണ് നമ്മുടെ ജീവിക്കാൻ. നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് കിട്ടും. നല്ല ക്ലൈമറ്റ് ആണ്. നിയമത്തിന്റെ സുരക്ഷയൊക്കെ ഭയങ്കരമാണ്. ഇവിടെ ഉള്ളതുപോലെയൊന്നും അല്ല. ഇവിടെ രണ്ട് ദൈവങ്ങൾ ഇറങ്ങിയ റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. അവിടെ ഒന്നും ഒരു പരിപാടി നടക്കില്ല. മനസ്സിലാണ്ടോ? ഒരു ദൈവത്തിന് റോഡിൽ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. ഒരു പരിപാടി നടക്കത്തില്ല. മറ്റെല്ലാ രാജ്യങ്ങളും സൂപ്പറാണ്. ഞാൻ ഇതെല്ലാം നോർത്ത് ഇന്ത്യയിലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതുപോലെ ഇതാ സൗത്ത് ഇന്ത്യയിലുമായി. തെക്കൻ കേരളം ഇത്രയും മോശമായിരുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ എപ്പോൾ റോഡ് ബ്ലോക്ക് ആക്കുമെന്ന് അറിയാൻ നോക്കില്ല. മനസ്സിലുണ്ടോ? ഇപ്പൊ ഇവിടെ അതുപോലായി. അപ്പൊ ഇത് എത്രത്തോളം എങ്ങനെ ഗുണം പിടിക്കുന്നത് എനിക്കറിയില്ല. അപ്പൊ ട്രംപിന്റെ നാട്ടിൽ പോയി ട്രംപിന്റെ രാജ്യത്ത് താമസിക്കാൻ ആഗ്രഹമുള്ളവരാ ആൾക്കാർ. നിങ്ങൾക്ക് എത്രത്തോളം രാജ്യത്തെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല, അല്ലേ? ആൾക്കാർ ഓരോരുത്തരും ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി അവിടേക്ക് എന്താ പറയാ ഇൻഫിൽട്രേറ്റ് ചെയ്ത് നുഴഞ്ഞു കയറിയ ആൾക്കാരുണ്ട്. അതിൽ ഒരു വണ്ടി ആൾക്കാരെയാണ് കയറ്റി കഴിഞ്ഞ് വിട്ടത്. അവർ ചങ്ങലയൊക്കെ ഇട്ട് കയറ്റി വിട്ടത്. പേപ്പർ വായിച്ചോന്നറിയില്ല, വായിച്ചെങ്കിൽ മനസ്സിലായി കാണും, അല്ലേ? ചങ്ങലയിട്ട് കയറ്റി വിട്ടു. ഇവിടെ ആൾക്കാർ കരച്ചിലാണ്. ചങ്ങല ഇട്ടു, പിന്നെ അമ്മ എന്തോ ഇടണം? ഞാനായിരുന്നു ട്രംപെങ്കിൽ കൊന്നുകളഞ്ഞനെ. എവിടെ ചങ്ങലിടാൻ? അല്ലെ, പാവൻ ട്രംപ് ആയതുകൊണ്ടാണ് ചങ്ങലയിട്ട് കയറ്റി വിട്ടത്.
അല്ലേ? അവന്റെ രാജ്യത്തിൽ നിന്ന് നുഴഞ്ഞു കയറിയവനെ പിന്നെ അവിടുത്തെ സൈന്യത്തിന്റെ ഫ്ലൈറ്റിൽ വിടണമെന്നാണ് അവന്റെ വിചാരം. സ്വതന്ത്രം. വായിക്കൂ സമയമില്ല. ദൈവം താൻ അവരുടെ ദൈവമായി, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, നമ്മളോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. വേണ്ട, വേറെ ആര് തുടച്ചു തരാന്ന് പറഞ്ഞാലും ചെന്ന് നിന്ന് കൊടുക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവം താൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അവിടെ എത്തണം ദൈവമക്കളെ. നമ്മൾ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും. ഈ ഭൂമിയിൽ നമുക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ. ആത്മികന് കരച്ചിൽ മാത്രമേ ഉള്ളൂ, വേദന മാത്രമേ ഉള്ളൂ, നിരാശ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ലൗകികമായ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇവകളെല്ലാം സഹിച്ച് നമ്മൾ അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണുനീർ നമ്മുടെ കർത്താവ് തുടച്ചു തരും. അത്ര സന്തോഷമാണെന്ന് ആലോചിക്കുക. വായിക്ക്. ഇനി മരണമുണ്ടാകുകയില്ല, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. അത്തരത്തിലൊരു ഭാവി ലോകമാണ് കർത്താവ് എനിക്കും നിങ്ങൾക്കും വാക്ക് പറഞ്ഞിരിക്കുന്നത്. അതാണ് എബ്രായ ലേഖകൻ പറഞ്ഞത്. ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ല പറഞ്ഞിരിക്കുന്നത്, എനിക്കും നിങ്ങൾക്കുവാ പറഞ്ഞിരിക്കുന്നത്. ഈ ദേശത്തിലുള്ള സകല ദേശനിവാസികൾക്കുമാണ് കർത്താവ് ആ ഭാവി ലോകത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത്. വായിക്കുക. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന്, അടുത്ത് ചോദിക്കുക, എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന്, അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന്, എന്നെ നിങ്ങളെയും സന്ദർശിക്കേണ്ടതിന്, അവൻ എന്തുമാത്രം, നമ്മൾ എന്തുമാത്രം, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. വളരെ ശ്രദ്ധിക്കണേ. ഏറ്റവും മുകളിൽ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവം. അതിന്റെ താഴെ സ്വർഗീയ ജീവികൾ, കെരൂബുകളും സരാഫുകളും ഒക്കെ ആ റേഞ്ചിൽ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ ദൈവം, തൊട്ട് താഴെ ദൂതന്മാരുടെ സൈന്യം. അടുത്ത ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി സൃഷ്ടിച്ചു. മനസ്സിലായോ? നമ്മളെ സൃഷ്ടിച്ചപ്പോ ദൂതന്മാരെക്കാൾ ഒരു അല്പം താഴ്ത്തി സൃഷ്ടിച്ചു. വൈകി. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. രണ്ട് എക്സ്ട്രാ സാധനം തന്നു, തേജസ്സും ബഹുമാനവും. നമുക്ക് തന്നിരുന്ന രണ്ട് സാധനമാ, തേജസ്സും ബഹുമാനവും. അപ്പൊ മുകളിൽ ദൈവം, അതിന് താഴെ ദൂതന്മാർ, അതിന്റെ താഴെ ഒരല്പം താഴ്ത്തി നമ്മളെ സൃഷ്ടിച്ചു. എങ്കിലും നമുക്ക് തേജസ്സും ബഹുമാനവും നമ്മളെ അണിയിപ്പിച്ചു. അടുത്ത്, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. അപ്പൊ മനുഷ്യന്റെ തൊട്ട് താഴെ സർവ്വഭൂമിയും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സർവ്വ സൃഷ്ടിയുടെ മേൽ അവനെ അധിപനാക്കി. നമുക്ക് മുഴുവൻ അധികാരം തന്നു. കണ്ടോ? അപ്പൊ നമ്മൾ ആരാ? നമ്മൾ ഭയങ്കര പുള്ളിയാ, അല്ലേ? ഇപ്പൊ തൊഴിലുറപ്പിന് 4 ആന്റിമാരുടെ നേതാവായിട്ട് അധികാരം കിട്ടിയാൽ പോലും ആന്റിമാർ നിൽക്കുന്ന നിപ്പ് കാണണം. നമ്മുടെ ഇവിടെയൊക്കെ വർത്തമാനങ്ങൾ പറയുന്നതൊക്കെ ഇവരെല്ലാം ഉറങ്ങാൻ വേണ്ടി അവിടെ വിളയിൽ വരും. എന്നെ ഇറങ്ങിപ്പോകാൻ സമ്മതിക്കണം, ഒന്നും ചെയ്യുന്നു ചെയ്യരുത്. വളരെ പാവമാണ്. ഇതൊരു ബഹളമാണ്, അല്ലേ? ഇവരുടെയൊക്കെ വിചാരം എന്തുകൊണ്ടോ കംപ്ലീറ്റ് ഭൂമി അവർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അവിടെ പുല്ല് പറിക്കാനാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? ആ മുഴുവൻ ആന്റിമാരെ ഒരാന്റി ഭരിക്കുന്ന ഭരിപ്പൊക്കെ കാണണം. ആ ആന്റിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കുള്ള ഗതിയല്ലേ ചോദിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾ ഓർക്കണേ, നമ്മളെ കർത്താവ് സൃഷ്ടിച്ചിട്ട് മുഴുവൻ ഭൂമിയുടെ അധിപനാക്കി. പണ്ടത്തെ കാര്യം പറയുന്നേ. വൈകി. സകലവും അവന്റെ കാൽ കീഴാക്കി. സകലവും അവന്റെ കാൽ കീഴാക്കി. എന്റെ നിങ്ങളുടെ കാലിന് കീഴിലായിരുന്നു സകലവും എന്നൊരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. വായിച്ചോ? സകലവും അവന് കീഴാക്കിയത്, സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. കൊതുകിനെ പോലും കീഴാക്കാതെ വിട്ടിട്ടില്ല, എല്ലാം കീഴാക്കി. അതാ ദൈവം ആദമിനെ അവയെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, സർവത്തിനെ ഭരിച്ചോളാൻ. എല്ലാത്തെയും അവന് കീഴാക്കി, ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. വായിക്ക്. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി. എന്നാൽ ഇപ്പോൾ സകലവും, മനസ്സിലായോ? സകലവും അല്ല, ശകലം പോലും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എന്താ പറ്റിയത്? ഫലം തിന്നാൻ പോയ പോക്ക, അല്ലേ? സർപ്പം വന്നേച്ചും പറഞ്ഞു തിന്നരുതെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ തുടരുതെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ടിപ്പിക്കാർ പറയുമ്പോൾ ഒരു കട്ട കയറ്റി പിടിച്ചു, അല്ലേ? എല്ലാം ഓരോ കട്ട കയറ്റി പിടിക്കുക. ഇതിന്റെ ആവശ്യം എന്തുവാ? നിങ്ങളോട് കർത്താവ് പറഞ്ഞത് കേട്ടാൽ മതി. അതിന്റെ മേളിൽ കയറി നമ്മൾ കട്ട കയറ്റണ്ട. എന്നിട്ട് ഇവിടെ ഹവ്വ പറഞ്ഞു, അയ്യോ തുടരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മൂപ്പർക്ക് മനസ്സിലായി, ഇത് നിസ്സാരമായിട്ട് നടക്കും. അപ്പൊ പുള്ളി പറയാണ്, തിന്നുന്ന നാളിൽ കണ്ണ് തുറക്കുമെന്ന് മാത്രമല്ല, ദൈവത്തെ പോലെ ആകും. എന്നിട്ടൊരു നിശ്ചയം കൂടെ അടിച്ചു കൊടുത്തു, നിശ്ചയം. അത് കേട്ടപ്പോ ആന്റി എന്നാ തിന്നിട്ട് തന്നെ കാര്യം. വർത്തമാനം പോകുന്ന പോക്ക് കണ്ടോ?
സകലത്തിനും. അപ്പൊ നിങ്ങൾ ഓർക്കണേ, മേഖലയിൽ ദൈവം, തൊട്ട് താഴെ ദൂതന്മാർ, അതിന്റെ തൊട്ട് താഴെ നമ്മൾ, നമ്മുടെ താഴെ മുഴുവൻ സൃഷ്ടി, അതിന്റെ താഴെ വീണുപോയ ദൂതൻ. ഇതായിരുന്നു സ്ട്രക്ചർ. പക്ഷെ വീണുപോയ ദൂതൻ മുകളിൽ കയറി വന്ന് നമ്മളെടുത്ത് വർത്തമാനം പറഞ്ഞ് വന്നപ്പോ നമ്മൾ അവന്റെ താഴെ പോയി. മനസ്സിലായോ? ഇപ്പൊ ദൈവം ഏറ്റവും മുകളിലും മനുഷ്യൻ ഏറ്റവും താഴെ. നമ്മളെ മേലോട്ട് നോക്കിയാൽ പിശാചിനെ കാണാം. ആ പരുവത്തിനായി. ആ ഓർഡർ പിടികിട്ടിയോ? അതാണ് അവിടെ പറഞ്ഞത്. ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വെച്ചിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഒന്നും കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ അന്തരീക്ഷം പിടികിട്ടിയോ? ദൈവം, ദൂതന്മാർ, മനുഷ്യൻ, സർവസൃഷ്ടി, താഴെ പിശാച്. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ മേളിൽ നിന്ന് മനുഷ്യൻ താഴെ പോയി. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായപ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒന്നും കീഴ്പ്പെടാതെ മനുഷ്യൻ പിശാചിന്റെ വരെ താഴേക്ക് പോയ ഒരു അന്തരീക്ഷം ഉണ്ടായപ്പോൾ ഇനിയാണ് നമ്മൾ കേൾക്കാൻ. വായിക്ക്. എങ്കിലും ദൈവകൃപയാൽ. കണ്ട, അവൻ അങ്ങ് താഴെ പോയി. എങ്കിലും ദൈവകൃപയാൽ എന്ന് പറഞ്ഞാൽ ദൈവം അവനോട് മനസ്സലിവ് കാണിച്ചു, ദൈവം അവനോട് കരുണ കാണിച്ചു. ദൈവം അവനെ അങ്ങ് തള്ളിക്കളയാൻ തീരുമാനിച്ചില്ല. അവനെ പിശാചിന്റെ താഴെ പോയി അവനെ അവിടെ നിന്ന് വാരിയെടുത്ത് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് കൃപ തോന്നി. ഇതാണ് നമുക്ക് ഈ ദേശത്തോട് വിളിച്ചു പറയാനുള്ളത്. നമ്മൾ പിശാചിന്റെ പിടിയിലായി, പിശാചിന്റെ അധീനതയ്ക്ക് കീഴിലേക്ക് നമ്മൾ പോയി. അവിടെ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ ന്യായപ്രമാണത്തിന് കഴിയില്ല. ന്യായപ്രമാണം ചോദിച്ചത് അടച്ചൊരു മനുഷ്യനും പിശാചിന്റെ പിടിയിൽ നിന്ന് മുകളിലേക്കുള്ള പൊസിഷനിൽ കയറി വരാൻ കഴിയില്ല. അമ്മാതിരി അവൻ ബലഹീനനായി പോയി, അമ്മാതിരി അവൻ ശത്രുവായി പോയി, അമ്മാതിരി അവൻ പാപിയായി പോയി. ഏക മനുഷ്യന്റെ ലംഘനത്താൽ എല്ലാ മനുഷ്യനും താഴെ തന്നെ ജനിക്കേണ്ടി വന്നു. അവിടെയാണ് എങ്കിലും എന്ന പദത്തിന്റെ പ്രസക്തി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തകിടം മറിഞ്ഞു പോയി എങ്കിലും, മനുഷ്യന്റെ അധികാരം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി എങ്കിലും അവന്റെ കൃപയാൽ, ഞാനും നിങ്ങളും ഇന്ന് രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ കൃപയാലാണ്. അത് മറ്റാരുടെയും ഔദാര്യമല്ല, ഒരു സഭക്കാരുടെയും ഔദാര്യമല്ല, അതൊരു സംഘടനക്കാരുടെയും ഔദാര്യമല്ല. നമ്മുടെ കർത്താവായ യേശു നമ്മളോട് കാണിച്ച മഹാകരുണയാണത്. സ്വത്രം താഴ്ത്തു വായിക്കേ. എങ്കിലും അവന്റെ കൃപയാൽ എല്ലാവർക്കും വേണ്ടി. കേട്ടോണേ, എല്ലാവർക്കും വേണ്ടി. അതല്ലേ നമ്മളെ നാട്ടിലെ നിരത്തി ബോക്സ് വെച്ച് കെട്ടിയത്. പെന്തക്കോസുകാർക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ നമ്മൾ ഷെഡിനകത്ത് വെച്ച് കെട്ടത്തില്ലേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ ഹൈന്ദവനാണോ, മുസൽമാനാണോ, ജൈനനാണോ, ബുദ്ധനാണോ, എത്തീസ്റ്റ് ആണോ, പാന്തീസ്റ്റ് ആണോ, പാനന്തീസ്റ്റ് ആണോ, തീയിസ്റ്റ് ആണോ, കമ്മ്യൂണിസ്റ്റ് ആണോ, ഇതൊന്നും വിഷയമല്ല. ഇവിടെ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. വാക്ക് കണ്ടോ? ദൈവമായ ക്രിസ്തു കുപ്പായം അഴിച്ചു വെച്ചിട്ട്, ഏറ്റവും മേളിൽ നിന്ന് കുപ്പായം അഴിച്ചു വെച്ചിട്ട് ദൂതന്മാരെക്കാൾ താഴെ ഇറങ്ങി. എന്തിനാ? മരണം ആസ്വദിക്കാൻ. എന്തിനാ? താഴെ പോയി നമ്മളെ വീണ്ടെടുക്കാൻ. അതാണ് ദൈവസ്നേഹം. എന്നിട്ട് നമുക്ക് വാക്ക് പറഞ്ഞിരിക്കുന്ന ഭാവി ലോകം എത്ര വലുതാണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ഇരിക്കുന്ന അതേ സിംഹാസനത്തിൽ നമ്മളെ ഇരുത്തിക്കൊള്ളാമെന്ന്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഇതെത്ര മഹത്വമുള്ളത്! ഈ നാട്ടിലുള്ള സകല ജനത്തെയും കർത്താവ് അവിടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അവിടെയാണ് മറ്റൊരുത്തരിലും രക്ഷയില്ലെന്ന് നമ്മൾ പറയുന്നത്. മറ്റാർക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് പറയുന്നത് അവിടാണ്. യേശുവിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. കാരണം അവിടെ എങ്കിലും അവന്റെ കൃപയാൽ, ഒന്നുകൂടി വായിക്കും മുന്നേ, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ. കണ്ടോ? ദൂതന്മാരെക്കാൾ താഴെ വന്നു. യേശു എടുത്ത റിസ്ക് കണ്ടോ? ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട്. യേശു മരണം അനുഭവിച്ചു. നേരത്തെ പറഞ്ഞത് മരണം ആസ്വദിക്കാൻ വന്നെന്നാ, ഇപ്പൊ പറയുന്ന മരണം അനുഭവിച്ചു. അവനെ മഹത്വവും. യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. കണ്ടോ? എന്റെ നിങ്ങളുടെ മഹത്വവും ബഹുമാനവും നഷ്ടപ്പെടുത്തിയതിനെ തിരിച്ചു പിടിച്ച് നമ്മുടെ കയ്യിൽ തരാൻ ദൈവത്തിന്റെ ഏകജാതൻ ക്രൂശിൽ മരിക്കാൻ തയ്യാറായി. ദൂതന്മാരെക്കാൾ താഴെ ഇറങ്ങി വരാൻ ക്രിസ്തുവിന് മനസ്സ് വന്നു. വീണുപോയ ദൂതന്റെ താഴെ പോയ എന്നെയും നിങ്ങളെ വീണ്ടെടുക്കാൻ
നിലനിൽക്കുന്ന ദൂതന്റെ താഴേക്ക് വന്നു നമ്മുടെ ക്രിസ്തു. വീണുപോയ ദൂതന്റെ താഴേക്ക് പോയ എന്റെ നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ, നമ്മുടെ പാപം മുഴുവൻ കർത്താവിന്റെ മേൽ ചുമത്തുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. യേശുവിനെ യാഗമാക്കുവാൻ പിതാവിന് മനസ്സ് വന്നു. ഏത് കുഞ്ഞിനെ യാഗമാക്കാൻ ഏത് അപ്പനമ്മയ്ക്ക് മനസ്സ് വരും? നിങ്ങൾ പറ. കൊച്ചിന് പനി വന്നാലേ നമ്മുടെ റിലേ പോവും അല്ലേ? കൊച്ചുങ്ങൾക്ക് അസ്വസ്ഥത വന്നാൽ അപ്പനമ്മമാരുടെ കൺട്രോൾ പോവും. അത് എളുപ്പമല്ല സഹിക്കാൻ. ആ വേദന സഹിക്കുക എളുപ്പമല്ല. സ്തോത്രം. അവിടെയാണ് നമ്മൾ കാണുന്നത്, ക്രൂശിൽ ക്രിസ്തു വിളിക്കുകയാണ്, പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത്? കൈവിട്ടേ പറ്റൂ. ദൂതന്മാരെക്കാൾ താഴെ ക്രിസ്തു വന്ന് നമ്മുടെ മരണം ക്രിസ്തു ഏൽക്കണമെങ്കിൽ പിതാവിന് കൈവിട്ടേ പറ്റൂ. നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കർത്താവിന്റെ സ്വന്തം ഏകജാതൻ ഒറ്റപ്പെട്ട നിലയിലായി. ക്രിസ്തു ഗെത്സമനെ കയറി പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ക്ഷീണത്തിലായി. പത്രോസിന്റെ അടുത്തും യോഹന്നന്റെ അടുത്തും യാക്കോബിന്റെ അടുത്തും വന്നിട്ട് പറയടാ, ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ജഡം ബലഹീനമാണ്, ഞാൻ ക്ഷീണിച്ചു പോവുകയാണ്, ഒന്ന് പ്രാർത്ഥിക്കുക. അവരാരും പ്രാർത്ഥിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ പരിശുദ്ധാത്മാവ് വന്ന് കർത്താവിനെ ശക്തിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ശക്തിപ്പെടുത്തി. എന്തിനാ? ക്രൂശിൽ കയറാൻ വേണ്ടി. സ്തോത്രം. ഞാനും നിങ്ങളും ആ ക്രൂശ് ചുമക്കേണ്ടവരാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് ശക്തി പകരാതെ എനിക്കും നിങ്ങൾക്കും അത് ചുമക്കാൻ കഴിയില്ല ദൈവമക്കളെ. ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച ആ ക്രൂശിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കാനാണ് നമ്മൾ സ്നാനമേൽക്കുന്നത്. ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കുള്ളവരാകാനാണ് നമ്മൾ സ്നാനമേൽക്കുന്നത്. സ്നാനമേറ്റ് ആ ക്രൂശിലെ മരണത്തിൽ നമ്മൾ പങ്കുള്ളവരാകുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകാതിരിക്കാൻ നമുക്ക് ശക്തി കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചേ തീരൂ. അന്യഭാഷ അടയാളത്തോടു കൂടി തന്നെ പ്രാപിക്കണം. ഇപ്പൊ ചിലരൊക്കെ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നന്നോ, കാണാതെ പഠിച്ച് പറയരുത് അന്യഭാഷ. അനുഭവം വന്ന് തന്നെ പറയണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറെ, നമ്മൾ ഇത്രയും പേര് ഇരിപ്പുണ്ടല്ലോ, ഒരു 4-5 പേരുടെ കാലിൽ നമുക്ക് വേണമെങ്കിൽ കറണ്ട് അടുപ്പിക്കാം അല്ലേ? അപ്പൊ അവരൊച്ച വെക്കും, അവരുടെ കൂടെ ബാക്കിയുള്ളവർക്കും കൂടെ ഒച്ച വെക്കാം. പക്ഷെ ബാക്കിയുള്ളൊരു ഒച്ച മാത്രമേ വെച്ചുള്ളൂ. ഈ 4-5 പേർക്ക് നമ്മൾ കറണ്ട് പിടിച്ചു വെച്ചു കൊടുത്തല്ലോ, അവർക്ക് മാത്രമേ അനുഭവം കിട്ടിയുള്ളൂ. അനുഭവം കിട്ടിയവർ വെച്ച അതേ ഒച്ച നമുക്കും വയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അനുഭവത്തിൽ വെച്ചതല്ല, നമ്മൾ ചുമ്മാ വെച്ചതാണ്. ഞാൻ പറഞ്ഞ അർത്ഥം പിടികിട്ടിയ നിങ്ങൾക്ക്? ഒറ്റ മനുഷ്യൻ പോലും ചുമ്മാ അന്യഭാഷ പറഞ്ഞ് ശീലിക്കരുത്. അന്യഭാഷ പറഞ്ഞില്ലേ മോശമാണ്. നോ, കർത്താവിൽ നിന്ന് പ്രാപിക്കണം. കർത്താവിൽ നിന്ന് പ്രാപിക്കണം. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണ് പറയുന്നത്. യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇന്ന് രാത്രി പ്രാപിക്കാത്തവരായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒപ്പിച്ച് അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ, യു മസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങനെക്ക് ആത്മാവിനെ തരണം. ഏത് സമയത്തും കർത്താവിന് നമ്മുടെ മേൽ ആത്മാവിനെ പകരാൻ സാധ്യതയുണ്ട്. ആത്മനിറവിൽ അന്യഭാഷയോടുകൂടി നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയണം. ബ്രദറൻകാർ പറയുന്ന പോലെ അന്യഭാഷ നിന്നൊന്നും പോയിട്ടില്ല. തിരുവഴുത്തിൽ അന്യഭാഷ പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ സംസാരിച്ച് തുടങ്ങിയെങ്കിൽ പിന്നെ അങ്ങോട്ട് സംസാരമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നിന്നുപോയി എന്ന് പറയരുത്. നിങ്ങളതിനെ പ്രാപിക്കണം. ആത്മനിറവിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. അന്യഭാഷയിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. അതുകൊണ്ട് നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തേണ്ടതിന് പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ആരും പറയുന്നത് കേട്ട് പറയരുത്. ആരെങ്കിലും പറഞ്ഞു തരുന്നതിനെ ഡബ് ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്. ആത്മനിറവിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യാൻ നിൽക്കണം. അതൊരു അനുഭവമാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്. പറഞ്ഞ് വിശദീകരിക്കാൻ കഴിയില്ലാത്ത വിധം അത് വലിയൊരു ആത്മസാന്നിധ്യമാണ്. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും അത് പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രിയിൽ അതിനുവേണ്ടി നിങ്ങൾ സമർപ്പിക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് കർത്താവ് അയക്കും. സ്തോത്രം. അത് ഭയങ്കര വിശുദ്ധിയുള്ളവന്റെ മേൽ അയക്കുന്നതല്ല, ആവശ്യബോധമുള്ളവന്റെ മേലാണ് കർത്താവ് അയക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധന് മാത്രമേ കിട്ടൂ എന്ന് നിങ്ങൾ കരുതരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും അത് കിട്ടില്ലായിരുന്നു. വിശുദ്ധനല്ല കൊടുക്കുന്നത്, വിശുദ്ധനാവാൻ ആഗ്രഹിക്കുന്നവനാണ് കർത്താവ് അത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിനകത്ത് അതിൻ്റെ ആവേശം നിങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. അന്യഭാഷയിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നിശ്ചയമായും കഴിയും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? സ്തോത്രം എന്നിട്ട് വായിക്ക്.
യേശു മരണം അനുഭവിച്ചതുകൊണ്ട് യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. വൈകി സകലത്തിനും ലാക്കും. ഇനി പദപ്രയോഗം തിരിയുകയാണ്. സകലത്തിനും ലാക്കും. വായിച്ചു. സകലത്തിനും കാരണഭൂതനുമായവൻ. കണ്ടോ, സകലത്തിനും ലാക്കെന്ന് പറഞ്ഞാൽ സകലത്തിന്റെയും ഫോക്കസ്, സകലത്തിന്റെയും കാരണഭൂതൻ, ദ കോസ് ആൻഡ് ദ ഫോക്കസ്. സകലത്തിന്റെയും ലാക്കും സകലത്തിന്റെയും കാരണഭൂതനുമായവൻ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടതിന്റെ കാരണഭൂതൻ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതിന്റെ കാരണഭൂതൻ. വാക്ക് കുറച്ചുകൂടെ ഞാൻ വായിച്ചു തരാം പിന്നീട്. വായിക്ക്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അപ്പൊ സകലത്തിന്റെ ലാക്കും കാരണഭൂതനുമായ കർത്താവായ യേശുക്രിസ്തു അനേകരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ. ഈ പദം വളരെ പ്രധാനമാണ്. രക്ഷാനായകൻ, രക്ഷാനായകൻ, ദ ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ, ദ ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ. നമ്മളെ രക്ഷാനായകൻ, അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുക. വാക്കുകളുണ്ടോ? പൗലോസ് വളരെ ചെത്തി മിനുക്കി മൂർച്ചപ്പെടുത്തിയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. സകലത്തിന്റെയും ലാക്കും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കേണ്ടതിന് യുക്തമായിരുന്നു. കണ്ടോ, അതായിരുന്നു യുക്തി. അപ്പൊ എന്തൊക്കെ ചെയ്തു ഇവിടെ? ക്രിസ്തു കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായി. അത് ഇച്ചിരി വലിയ കാര്യമാണേ. ഞാൻ സകലത്തിന് ലാക്കും കാരണഭൂതനും കൂടി ഒന്ന് വായിച്ചേച്ചും വെച്ച് നമുക്ക് പെട്ടെന്ന് ഇവിടെ ഒന്ന് അവസാനിപ്പിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതൽ ഒന്ന് വായിക്കൂ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതൽ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. കണ്ടോ, എന്ത് പിടിയിട്ടി? സ്തോത്രം. അവൻ സകലത്തിന്റെയും കാരണഭൂതൻ എന്ന് പറയുമ്പോൾ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അങ്ങനെ അവകാശപ്പെടാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആൾക്കാർ വിഗ്രഹങ്ങൾ വയ്ക്കാറുണ്ട്. അത് ദൈവത്തിന്റെ പ്രതിമ എന്നാണ് പറയുന്നത്. അത് ചുമ്മാ പറയുന്നതാണ്, അല്ലേ? അത് ദൈവത്തിന്റെ പ്രതിമയൊന്നും അല്ല. അത് നമുക്ക് കളിപ്പാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. പിള്ളേർക്ക് നമ്മൾ കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാറില്ലേ? ടെഡി ബെയറൊക്കെ മേടിച്ചു കൊടുക്കാറില്ലേ? പിള്ളേർ അതും കെട്ടിപ്പിടിച്ചുകൊണ്ട് തുടങ്ങാറുണ്ട്. അതിനെ ദൈവത്തിന്റെ പ്രതിമയെന്ന് പറയോ? ഇല്ല. വടക്കേ ഇന്ത്യയിലൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ അതിനെ ഷോക്കേസ് വെച്ച് കൊടുത്താൽ അവര് അതിന്റെ മുമ്പിൽ പൂമാലിട്ട് ആരാധിക്കും. അവർക്കറിയില്ല ടെഡി ബെയറെന്ന്. മനസ്സിലുണ്ടോ? വടക്കേ ഇന്ത്യയിൽ പണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പോകുമ്പോൾ, എനിക്ക് തോന്നുന്നു ബിഫോർ 20 years, ഞാൻ അവിടെ പോകുമ്പോൾ സർവേക്കല്ല് മറിഞ്ഞു വീഴുന്ന കിടപ്പുണ്ടെങ്കിൽ അവർ അതിനെടുത്ത് സാരി കൊടുത്ത് നിർത്തി ആരാധിക്കുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ ഇപ്പൊ ഇത് കേരളത്തിലുണ്ട്. സ്വതന്ത്രം. 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ തമിഴ്നാട്ടിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ പലതും മരങ്ങളെ തുണി ഉടുപ്പിച്ച് നിർത്തിയിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ അതിശയത്തോടു കൂടി അത് കണ്ടിട്ടുണ്ട്. ഇതിപ്പോ കേരളത്തിലുണ്ട്. സ്തോത്രം. ഇനി കുംഭമേള മാത്രമേ കേരളത്തിൽ വരാനുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കുംഭമേളയ്ക്ക് പോയൊരു സ്വാമിയാണ് ആറാലമ്മൂട് വന്ന് സമാധി വെച്ചതെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നെയ്യാറ്റിൻകര കൂടി വർഷങ്ങൾ ചിലത് കഴിയുമ്പോൾ കുംഭമേളയ്ക്കുള്ള ആൾക്കാരിങ്ങനെ ഒരു നൂല് പോലും ഇല്ലാതെ നടക്കുന്ന കാലം വരുമോ എന്ന് നമുക്കറിയില്ല. നമ്മൾ സുവിശേഷം പറയാതെ ഇങ്ങനെ നടന്നാൽ, നമ്മൾ ഈ സുവിശേഷം എന്താ നിത്യതയുടെ സുവിശേഷം ജനത്തിന് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ ഇതിവിടെയൊക്കെ വരും. സംശയമൊന്നും വേണ്ട, നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. സ്വത്രം. വെറുമൊരു ലോഡിംഗുകാരൻ ദൈവമായിട്ടിരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ കഥ ഇവിടെ പോയി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ചെകുത്താൻ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അലറുന്ന സിംഹം എന്ന പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കേണ്ട ആരെ തെറ്റിക്കാനെന്ന്. ഇവിടെ ഞാനും നിങ്ങളും കരുതലുള്ളവരാകണം, ജാഗരൂകരാകണം. ഇവിടെ പറഞ്ഞ പദം ശ്രദ്ധിക്കൂ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. എത്ര മനോഹരം നോക്കിയ. സർവസൃഷ്ടിയുടെയും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും, കേട്ടോണേ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും കാണാനൊക്കുന്നത് അദൃശ്യമായതും കാണാനൊക്കാത്തത് സിംഹാസനങ്ങൾ ആകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ പ്രൈം മിനിസ്റ്ററുടെ കസേര അടക്കം, CM-ന്റെ പൊസിഷൻ അടക്കം,
അമേരിക്കൻ പ്രസിഡന്റിന്റെ അധികാര പൊസിഷൻ അടക്കം സകലവും അവൻ മുഖാന്തിരം. തീർന്നില്ല, അവനായിട്ടും. വായിക്കേ, അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനു മുമ്പേ ഉള്ളവൻ. കണ്ടോ, യേശു സർവത്തിന് മുമ്പേ ഉള്ളത്. അതിനേക്കാളും മുമ്പേ ഉള്ള ആരെങ്കിലും നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇനി നമ്മുടെ പിള്ളേരുടെ കാലം വന്നാൽ, കർത്താവിന്റെ വരവ് താമസിച്ചാൽ, അങ്ങനെ ഉണ്ടായാൽ ഗോപൻ സ്വാമിയൊക്കെ വലിയ ആളായിരിക്കും, ഇല്ലേ? ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് പല ആൾക്കാരെയും കാണുന്നില്ലേ? ഇതൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത് കൊണ്ടുവച്ചതാണ്. മരിക്കപ്രാവിന്റെ കഷ്ണവും പെരുമരത്തിന്റെ കഷ്ണമൊക്കെ അവകൾ ഇന്ന് വലിയ സംഭവമായി മാറി. ഗോപൻ സ്വാമി ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്നേ ഉള്ളൂ, അല്ലേ? തലമുറ രണ്ടങ്ങോട്ട് മാറുമ്പോൾ സംഭവത്തിന്റെ രീതി അങ്ങ് മാറും. നമ്മുടെയൊക്കെ കണ്ടറിഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ വേറെ കഥ പറയാൻ തുടങ്ങും. ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഇതുപോലെ ആൾക്കാരെ വഴിതെറ്റിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ദേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ സർവത്തിന്റെയും കാരണഭൂതനായ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ നാം പരാജയപ്പെടരുത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടരുത്. അവിടെ പറഞ്ഞ പദപ്രയോഗം, ഒറ്റ പദപ്രയോഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സകലത്തിന്റെയും ലാക്കും കാരണഭൂതനുമായവൻ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാകേണ്ടത് യുക്തമായിരുന്നു. 4 നിലയിലാണ് കർത്താവ് കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായത്. ഒന്ന്, ഐഡന്റിഫൈയിങ് വിത്ത് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് ചേരാൻ, മനുഷ്യത്വം എടുക്കാൻ തന്റെ ദൈവത്വം ഒഴിച്ചു വച്ച് താൻ താഴേക്ക് ഇറങ്ങി വന്നു. ഫിലിപ്പ് ലേഖനത്തിൽ അങ്ങനെയാ പറയുന്നത്. താൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളയണമെന്ന് വിചാരിക്കാതെ emptied himself, തന്നെത്താൻ ഒഴിച്ചു. ഐഡന്റിഫൈഡ് വിത്ത് ഹ്യൂമാനിറ്റി, മനുഷ്യനോട് ചേർന്നു. അതിനാ ക്രിസ്തു താഴേക്ക് ഇറങ്ങി വന്നത്. അതാ ഡിസംബറിൽ ആൾക്കാർ ആഘോഷിക്കുന്ന ക്രിസ്മസ് എന്ന് പറയുന്ന പരിപാടി. ആൾക്കാർക്ക് ഡിസംബറിൽ അത് പുൽക്കൂട് കെട്ടും പരിപാടിയായിട്ടങ്ങ് തീരും. നമുക്ക് പുൽക്കൂട് കെട്ടുമില്ല, പരിപാടി ഒന്നുമില്ല. നമുക്കിത് എല്ലാ കാലത്തും ഓർക്കേണ്ട കാര്യമാണ്. മനസ്സിലാണ്ടോ? എല്ലാ കാലത്തും. അവർക്ക് പാഷൻ വീക്കിൽ മാത്രമേ പാഷനുള്ളൂ, നമുക്ക് ഫുൾ പാഷൻ എപ്പോഴും വേണം. ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലേ? അവർ ഞായറാഴ്ച തൊട്ട് കഴിക്കാനുള്ള എല്ലാ സാധനവും വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കരയാനിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാണ്ടോ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകണം. അഭിനയിക്കാനല്ല നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത്, കഷ്ടങ്ങളിൽ, ഒറിജിനൽ കഷ്ടത്തിൽ പങ്കുള്ളവരാകണം. റൈറ്റ്? അപ്പൊ ക്രിസ്തു നമ്മളോട് ചേർന്നു. ഐഡന്റിഫൈ വിത്ത് ഹ്യൂമാനിറ്റി, നമ്മളോട് ചേരാൻ ക്രിസ്തു കഷ്ടാനുഭവം എടുത്തു. 2, കഷ്ടങ്ങളിൽ തികഞ്ഞവനായി. നമ്മളോട് ചേർന്നിട്ട് നമ്മുടെ കഷ്ടങ്ങളിൽ കർത്താവ് തികഞ്ഞവനായി. ഇനി കർത്താവ് അനുഭവിച്ചതിന്റെ അപ്പുറം കഷ്ടം ഇവിടെ ആരും അനുഭവിക്കണ്ട. ലോകത്തിലേതു മനുഷ്യൻ, ഇന്നിപ്പോ 800-ലധികം കോടി ജനമുണ്ടെന്നാണ് പറയുന്നത്, സകല മനുഷ്യനും അനുഭവിക്കേണ്ട മുഴുവൻ വ്യഥ ക്രിസ്തു തന്റെ ശരീരത്തിലെടുത്തു. അതാണ് കഷ്ടങ്ങളിൽ തികഞ്ഞവനായി. നമ്പർ 3, റെഡീമിംഗ് ഹ്യൂമാനിറ്റി. മാനവകുലത്തെ മുഴുവൻ കർത്താവ് രക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ അർത്ഥപ്പെടി കിട്ടിയോ നിങ്ങൾക്ക്? മാനവകുലത്തെ മുഴുവൻ രക്ഷിക്കുന്നു. അപ്പോൾ 1, ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനോട് ചേരുന്നു. അങ്ങനെ ആ കഷ്ടങ്ങളിൽ തികഞ്ഞവനാകുന്നത്. നിസ്സാര കളിയല്ല കേട്ടത്, അല്ലേ? നമ്മുടെ CM അദ്ദേഹത്തിന്റെ പൊസിഷൻ മുഴുവൻ വിട്ട് താഴെ ഇറങ്ങി നമ്മളെ കൂടെ വരുമോ? ഇല്ല. മൂപ്പർ ഇവിടെ വരണമെങ്കിൽ 60 വണ്ടി വരണം. ഇത്രയും വണ്ടി നിൽക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ല, അതുകൊണ്ട് വരത്തില്ല, അല്ലേ? പ്രൈം മിനിസ്റ്റർക്ക് വരാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മളിപ്പോൾ കൺവെൻഷന് വരണം എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ പുള്ളി ഒരു അനുമോദനം അയച്ചു തരും, ഇമെയിൽ വായിച്ചോളാൻ പറയും. പുള്ളി വരത്തില്ല. എന്താ കാര്യം? വരണമെങ്കിൽ ഒരുപാട് കാര്യം ഇവിടെ ചെയ്യാനുണ്ട്. അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സർവത്തിന്റെയും ലാക്കും കാരണഭൂതനുമായവൻ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. അതെത്ര വലിയ മഹത്വമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ ആരെങ്കിലും വന്ന് നമ്മുടെ ഏതെങ്കിലും കഷ്ടം ഏറ്റെടുക്കുമോ? ഒന്നും ഏറ്റെടുക്കത്തില്ല. പാർട്ടിയിൽ കിടന്ന് കുറച്ച് വർക്ക് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി എന്തെങ്കിലും ഒപ്പിച്ചു തരും. ചിലപ്പോൾ 3 മാസം, ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 2 കൊല്ലം, അതിന്റെ പരുവം പോലെ. ക്രിസ്തു നമുക്ക് ജോലി ഒപ്പിച്ചു തരാനല്ല വന്നത്, നഷ്ടപ്പെട്ടു പോയ മുഴുവൻ നമുക്ക് റീഗെയിൻ ചെയ്തു തരാൻ. നമ്മുടെ അധികാരം മുഴുവൻ നഷ്ടപ്പെട്ട് നമ്മുടെ ചെകുത്താന്റെ താഴെ കിടന്നു, അവിടെ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ മുകളിലേക്ക് കൊണ്ടുവരുവാൻ ക്രിസ്തു ക്രൂശിൽ കഷ്ടം അനുഭവിച്ചു. നമ്പർ 3, നമ്മളെ റെഡീം ചെയ്തു, നമ്മളെ വീണ്ടെടുത്തു, അല്ലേ?
നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കർത്താവിന്റെ രക്തം കൊടുത്താ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ, എല്ലാത്തിനും റെഫറൻസ് ഉണ്ടെന്നും പറയാൻ സമയമില്ല, ഏറ്റവും ഒടുവിൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറന്നു തന്നു. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കുന്നു. ആ മാതൃകയിൽ കൂടെ വേണം നമ്മൾ നടക്കാൻ. എന്തിന്? ആ ഭാവി ലോകത്തേക്ക് ചെല്ലാൻ. മാന്യ ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി ലോകം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുകയാകണം നമ്മുടെ ഉദ്ദേശം. അവിടെ ചെന്നേ തീരൂ, അതാകണം നമ്മുടെ കരുതൽ. നിങ്ങൾ അറിയണം, കർത്താവ് ഈജിപ്തിൽ നിന്ന് വിളിച്ചിറക്കുമ്പോൾ 6 ലക്ഷം പേരെയാണ് ഇറക്കിയത്. ഞാൻ സങ്കീർത്തനത്തിലേക്ക് മടങ്ങിപ്പോയി അവസാനിപ്പിക്കുകയാണ്. തുടക്കവാക്യം ഇങ്ങനെയാണ് നമ്മളിന്ന് വായിച്ചത്: കർത്താവ് അവരെ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു. 2, അവൻ അവരെ മരുഭൂമിയിൽ കൂടെ നടത്തി. അടുത്ത വാക്യം 53-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. വായിക്കുഞ്ഞേ, 78-53. അവനവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല. എന്നെയും നിങ്ങളെയും കർത്താവ് നടത്തുന്നത് നിർഭയമായിട്ടാണ്. മരണ നിഴലിന്റെ താഴ്വരയിലൂടെ നടന്നാലും യാതൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്റെ ദേഹി അവൻ തണുപ്പിക്കുന്നു. കണ്ടോ, ക്രിസ്തുവിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഒന്നിനെയും പേടിക്കാതെ നടക്കാനുള്ള കൃപ നമ്മുടെ മേൽ പകരും. നാളത്തേക്കുള്ള ആഹാരം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഭാവി എന്താകും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കയിലായിരിക്കും. എന്നെ ആര് നോക്കും, എനിക്ക് വേണ്ടി ആര് കരുതും എന്ന് നിങ്ങൾ ഭാരത്തിലായിരിക്കും. വചനം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവൻ അവരെ നടത്തുകയാൽ അവർക്ക് ഭയമുണ്ടായില്ല. ഇന്ന് രാത്രിയിൽ നമ്മളെ നടത്തുന്നത് അഖിലാണ്ടത്തിന്റെ ഉടയവനാണെന്ന ബോധം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ നാളെക്കുറിച്ച് ഭാരപ്പെടണ്ട, ഭാവിയെക്കുറിച്ച് ഭാരപ്പെടണ്ട. അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ മാത്രം മതി. നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ തരുവാനും നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുവാനും ദൈവം ശക്തനാണ്. കൊച്ചു വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്നു, അടുത്തെവിടേക്ക് പറഞ്ഞു വിടും, നിങ്ങൾ ഭാരപ്പെടണ്ട. കൊച്ചിന്റെ വിവാഹം നടക്കുന്നില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. കയറി കിടക്കാൻ ഒരു ഭവനമില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. നിങ്ങൾ യാതൊന്നിനെയും കുറിച്ച് ഭാരപ്പെടണ്ട. നിങ്ങൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാൻ ധൈര്യമുണ്ടോ? നമ്മെ നടത്തുവാൻ ശക്തനായവൻ നമ്മെ വഴിയിൽ വിട്ടിട്ട് പോകുന്നവനല്ല. സകലത്തിന്റെയും ലാക്കും കാരണഭൂതനുമായവനാണ് നമ്മെ നടത്തുന്നതെങ്കിൽ, മരണത്തിൽ നമ്മളെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അക്കരെ കൊണ്ടെത്തിക്കുവാൻ അവൻ ശക്തൻ തന്നെ. അതാ പൗലോസ് പറഞ്ഞ, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ നടത്തുവാൻ ശക്തൻ തന്നെയാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഭാരപ്പെടണ്ട. എന്റെ കടബാധ്യത ആര് മാറ്റിത്തരും? എന്റെ വേദന ആര് മാറ്റിത്തരും? എന്റെ ശരീരത്തിന്റെ പ്രയാസം ആര് മാറ്റിത്തരും? എന്റെ പ്രതിസന്ധി ആര് മാറ്റിത്തരും? എന്റെ കേസ് ആര് നടത്തിത്തരും? ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട. കർത്താവാണ് നടത്തുന്നതെങ്കിൽ ഭയമില്ലാതെ നടക്കുവാൻ കഴിയും. എന്നോട് വില അവസാനിപ്പിക്കുകയാണ് 54-ാം വാക്യം. വൈകുഞ്ഞേ, അവനവരെ തന്റെ വിശുദ്ധ ദേശത്തിലേക്കും തന്റെ വലങ്കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. ഇസ്രായേലിനെ കർത്താവ് നടത്തി കനാനിൽ കൊണ്ടുചെന്നു. പക്ഷെ ഒരു കൊച്ചു പ്രശ്നം, ഇറങ്ങിയപ്പോ 6 ലക്ഷം ഉണ്ടായിരുന്നു, അവിടെ എത്തിയപ്പോ 2 പേരേ ഉള്ളൂ. എന്താ പറ്റിയെന്നറിയാവോ? നടത്തിയ ദൈവത്തിന്റെ കഴിവ് കുറവല്ല, ദൈവത്തിന്റെ ശേഷി കുറവല്ല. തിരുവഴുത്തിൽ വളരെ ഗംഭീരമായിട്ട് പറയുക, ഒരു ദിവസം പോലും കുറയാതെ രാത്രിയിൽ അഗ്നിസ്തംഭമായി, പകൽ മേഘസ്തംഭമായി കർത്താവ് അവരുടെ കൂടെ നിന്നു. അവർക്ക് ആവശ്യമുള്ളത് മുഴുവൻ കൊടുത്തു. മന്ന കൊടുത്തു, കാടപ്പക്ഷി കൊടുത്തു, ഇറച്ചി കൊടുത്തു, ഈത്തപ്പന കൊടുത്തു, വെള്ളം കൊടുത്തു, എല്ലാം കൊടുത്തു. ചെരുപ്പ് തേഞ്ഞു പോയില്ല, വസ്ത്രം പഴകിപ്പോയില്ല, ഒന്നും സംഭവിച്ചില്ല. പക്ഷേ 6 ലക്ഷത്തെയും കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. എന്തു പറ്റിയെന്നറിയാമോ? ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. മാന്യ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നമ്മെ വിളിച്ച ദൈവത്തിൽ പൂർണ്ണ വിശ്വസ്തയോടെ നിന്ന് അക്കരയ്ക്ക് പോകാൻ തയ്യാറായാൽ, മറ്റൊരുത്തനെയും നോക്കി ഭയപ്പെടാതെ, പുറത്തേക്ക് മറ്റൊന്നിലും ആശ്രയിക്കാതെ കർത്താവിൽ മാത്രം ആശ്രയിക്കാൻ തയ്യാറായാൽ നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുവാൻ ദൈവം ശക്തനാണ്. നമ്മളെ അത്രയ്ക്ക് സ്നേഹിച്ച് സ്വർഗത്തിലെ മഹത്വം വെടിഞ്ഞ് ദൂതന്മാരെക്കാൾ താഴെ നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നു. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളൊന്ന് നമുക്ക് സമർപ്പിക്കാൻ കഴിയുമോ? ഈ കർത്താവ് ഈ ദേശത്തിലുള്ള സകലരെയും പിടിപ്പിച്ചിരിക്കുന്നു. ഈ ദേശത്തിലുള്ള സകലവർക്കും വേണ്ടി നമ്മുടെ കർത്താവ് വിലയടച്ചിരിക്കുന്നു. ഈ ദേശത്തിലുള്ള സകലവരെയും രക്ഷിക്കുവാൻ കർത്താവ് എല്ലാവർക്കും വേണ്ടിയും വിലയടച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി വിലയടച്ചിരിക്കുന്നു. എല്ലാവരെയും രക്ഷിക്കുവാൻ കർത്താവ് ക്രൂശിൽ മരിച്ചിരിക്കുന്നു.
ആ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാവർക്കും ഇന്ന് രാത്രിയിൽ വിടുതലുണ്ട്. ഭാവി ലോകത്തെ കർത്താവ് കീഴാക്കിയിരിക്കുന്നത് ദൂതന്മാർക്കല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കുമാണ്, എന്നെ കേൾക്കുന്ന എല്ലാവർക്കുമാണ്, ഈ ദേശനിവാസികൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ചേരാൻ സ്നാനപ്പെട്ട് വചനപ്രകാരം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് മുൻപിലേക്ക് ജീവിക്കുവാൻ തയ്യാറായാൽ നമ്മെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാമോ? എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടാം. ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ തേടി ഈ ഭൂമിയിലേക്ക് വന്നു. കർത്താവിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ ദൈവത്തിന്റെ കരുതലിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥാ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥാ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നവ വർണ്ണിപ്പാനെഴുതല്ല ഓ മന്നവ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാവോ? എനിക്ക് തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥാ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥാ, ചോണിതലേ ക്ഷീണം പവിച്ചിടാതെന്നെയും നാഥാ, ചോണിതലേ ക്ഷീണം പവിച്ചിടാതെന്നെയും നാഥാ, ആണിപ്പഴുതുള്ള പാണികളാലെന്നെ, ആണിപ്പഴുതുള്ള പാണികളാലെന്നെ പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം, പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം. തേടി വന്നോ ദോഷിയാമെന്നെയും, തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നിർത്തിയിടുക. കളങ്കാമറ്റേശുവെ കരയില്ലാതെന്നെ നിർത്തിയിടുക, കളങ്കമില്ല ശുവെ കരയില്ലാതെന്നെ, പളുങ്കുകടൽ തീരത്തിരുന്നു ഞാൻ എൻ്റെ, പളുങ്കുകടൽ തീരത്തിരുന്നു ഞാൻ എൻ്റെ, മധുരഗാനരഥമതിലേറി ഗമിപ്പാൻ, യേശുവിന്റെ സ്നേഹം ദേശത്തിലെ ജനത്തിന്റെ മേൽ ഈ രാത്രിയിൽ ഇറങ്ങി വരട്ടെ. വിഗ്രഹാരാധനയിലും പൈശാചിക ബന്ധനങ്ങളിലും ഇരിക്കുന്ന ജനം ഇന്ന് രാത്രിയിൽ യേശുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെടട്ടെ. ദൈവത്തിന് മഹാകൃപ വ്യാപാരങ്ങളിൽ ജനമിന്ന് രാത്രിയിൽ വിടുതൽ പ്രാപിക്കട്ടെ. ദൈവസ്നേഹത്തിന്റെ മുൻപിൽ ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കുവാൻ തയ്യാറാകാം. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവർ ഈ രാത്രിയിൽ യേശുവിനെ
യേശുവിനെ സ്വീകരിച്ചു കൊള്ളുക. എനിക്ക് വേണ്ടി മരിക്കുവാൻ ഇറങ്ങി വന്ന കർത്താവിനെ, എന്റെ കഷ്ടതകൾ സ്വീകരിച്ച കർത്താവിനെ, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ കർത്താവിനെ ഇന്ന് രാത്രിയിൽ നിന്റെ രക്ഷകനായി സ്വീകരിച്ചു കൊള്ളുക. സ്നാനപ്പെടാനുള്ളവർ യേശുവിന്റെ സ്നാനത്തിനായി ഇന്ന് രാത്രിയിൽ ഹൃദയത്തിൽ തീരുമാനമെടുക്കുക. യേശുവിന്റെ നാമത്തിൽ രോഗികൾ രാത്രിയിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ Thank you, Jesus. രാത്രിയിൽ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരാമോ? സ്നാനത്തിന് തയ്യാറുള്ളവർ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവേ, എനിക്ക് അങ്ങയോട് ചേരണം. പിശാചിനേക്കാൾ താഴേക്ക് പോയി എന്നെ അവിടെ നിന്ന് വീണ്ടെടുക്കുവാൻ, എനിക്ക് പുത്രത്വവും തേജസ്സും മഹത്വവും തരുവാൻ എന്റെ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായി എന്ന് രാത്രിയിൽ ഞാൻ കേട്ടു. ഞങ്ങളോട് കരുണ കാണിക്കണം. സ്നാനപ്പെടാൻ ഞാൻ തയ്യാറാണെന്നുള്ളവർ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവദാസനെ നിങ്ങൾ ചെന്ന് കാണണം. 13-ാം തീയതി ദൈവസഭയിൽ സ്നാനം ക്രമീകരിച്ചിട്ടുണ്ട്. യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ, ഈ ദുഷ്ടലോകത്തെ വലിച്ചെറിയാൻ നിങ്ങൾക്ക് ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കർത്താവിനോട് ചേരണം. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളോട് ചേരണം. ആ അനുഭവത്തോട് ചേരണമെങ്കിൽ സ്നാനപ്പെടണം. ഈ ദിവസത്തിൽ സഭ ഒരുക്കിയിരിക്കുന്ന സ്നാനത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. നിങ്ങളുടെ പാരമ്പര്യങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാനാവില്ല. കയ്യിലിരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാനാവില്ല. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുവിനോട് ചേർന്നേ തീരൂ എന്ന് തിരുവെഴുത്ത് അടിവരയിട്ട് പറയുമ്പോൾ, രാത്രി അതിനായിട്ട് സമർപ്പിച്ചിട്ടുള്ളവർ ഈ ദിവസങ്ങളിൽ ദൈവദാസനെ കാണണം. കർത്താവിനോട് ചേരാൻ നിങ്ങൾക്ക് അവർ സ്നാനം തരും. സ്നാനപ്പെട്ട് വചനപ്രകാരം ജീവിച്ച് കർത്താവിന്റെ കാഹളത്തിനായി ഒരുങ്ങണം. ഇനിയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുന്നില്ല. ഫാദർ, വി വാണ്ട് ടു താങ്ക് ദി ലോർഡ്. ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് വരുന്നു. തിരുസാന്നിധ്യം ഞങ്ങളുടെ മീതെ അങ്ങ് പകർന്നതിനായി സ്തോത്രം. ഈ 3 നാളുകളിൽ ദേശത്തിൽ തിരുവചനത്തെ ഘോഷിപ്പാൻ ദൈവദാസന്മാരായി ഞങ്ങൾ അങ്ങ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇസ്രായേൽ മക്കളെ അങ്ങ് പുറപ്പെടുവിച്ചു, നിർഭയമായി നടത്തി കനാൻ നാട്ടിൽ എത്തിച്ചു എന്ന് ഞങ്ങൾ തിരുവെഴുത്തിൽ വായിച്ചു. 6 ലക്ഷം പേരെ ആഗ്രഹത്തോടെ അങ്ങ് നടത്തിക്കൊണ്ടുവന്നു. എല്ലാവരും വഴിയിൽ പട്ടുപോയപ്പാ 2 പേർ മാത്രം കനാനിലെത്തി. ഞങ്ങൾ എല്ലാവരും ഓടുന്ന പിതാവേ, ആടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ വഴിയിൽ പട്ടുപോയി. ഞങ്ങൾ പട്ടുപോകാതിരിപ്പാൻ അങ്ങയുടെ ഏകജാതന്റെ രക്തം തന്നതിനായി നന്ദി. ഞങ്ങൾ ആ രക്തത്തിൽ നിന്ന് പാനം ചെയ്ത്, ഞങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഭുജിച്ച്, ഞങ്ങൾ അങ്ങയുടെ കഷ്ടാനുഭവത്തോടെ ഏകീഭവിച്ച് അങ്ങയുടെ തേജസ്സിൽ ഞങ്ങൾ എത്തുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഈ ദേശത്തിലെ സകല കുടുംബങ്ങളെയും ദൈവം വിടുവിക്കണം. ഈ ജനത്തിന് ദൈവം വെളിപ്പാട് നൽകണം. ഇങ്ങനെ ജീവിക്കേണ്ടുന്നവരല്ല എന്നും നിത്യതയ്ക്ക് ഒരുങ്ങേണ്ടുന്നവരാണെന്നും ഈ ജനത്തിന് ദൈവം ബോധ്യം നൽകണം. ഓൺലൈനിലൂടെ വചനം ശ്രമിക്കുന്ന എല്ലാവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ വിടുതൽ ഈ ദേശത്ത് വ്യാപരിച്ചിരിക്കാൻ സ്തോത്രം. അന്യാരാധനയുടെ ശക്തികൾ തകർന്നിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ സുവിശേഷം ദേശത്തിൽ വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. ദേശത്തിലെ ജനം കൂട്ടം കൂട്ടമായി വിടുവിക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. ദൈവദാസനെയും കുടുംബമായി സഭയായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ആരാധനയ്ക്ക് ചുക്കാൻ പിടിച്ച എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ശബ്ദവും വെളിച്ചവും നിയന്ത്രിക്കുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്നു. കർത്താവെ, ഗായക ശുശ്രൂഷയിൽ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ദൈവദാസന്മാരെ ഞങ്ങൾ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഇതിനു വേണ്ടി അധ്വാനിച്ചത്, സ്ഥലം വിട്ടു തന്നത് എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ആരും നശിക്കാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങളോട് കരുണ കാണിക്കണം. മഹത്വം അങ്ങെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.